അവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മോഡൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പഠനത്തിൽ നമുക്ക് ഒരു മൂഡ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ആ അസ്ഹർ പരിസരത്ത് കൂടെ അങ്ങനെ പോയി അസ്ഹർ പള്ളിയിലൂടെ ഒന്ന് കറങ്ങി വന്നാൽ നമ്മൾ ഫുൾ ചാർജഡ് ആവും. പക്ഷെ അവിടെ വരുന്ന ഏത് വിദ്യാർത്ഥിയെയും ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും അവന് വേണ്ട പഠന സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നിലവിൽ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി മാത്രം അസ്ഹറിൽ അവരൊരു പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒരു സബ് സെൻറ്റർ തുറന്നിരിക്കുകയാണ്. നന്നായി മനുഷ്യരെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് ഇൽമിനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ. അതായത് ചോദ്യം ഈജിപ്തിൽ പോയാൽ നമ്മൾ പേക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ സുയൂത്തി ഇമാമാണെങ്കിലും അല്ലെങ്കിൽ മഹല്ലി ഇമാമാണെങ്കിലും എല്ലാം കൈറോയിൽ തന്നെയാണ്, അസ്ഹറിൽ തന്നെയാണ്. അപ്പോൾ അവരാണ് ഈ പാരമ്പര്യം കാണിച്ചു തരുന്നത്. സൂക്ഷ്മതയുടെ വഴിയാണ് എപ്പോഴും ഇസ്ലാമിൻ്റെ വഴി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫിഖ്ഹിലൊക്കെ എത്രയും സൂക്ഷ്മമായ രീതി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ജൽബിൽ മസാലിഹ് എന്നാണ്. ഈ അസ്ഹറിലേക്ക് വരുന്ന വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ പഠനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കോളേജിൽ നിന്ന് ഫാരിഗായി കഴിഞ്ഞാൽ പിന്നെ അവനിതിനെക്കുറിച്ച് ഒരു തുടർ പഠനം നടത്തണം താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അസ്ഹർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹം ഞങ്ങൾക്ക് തന്ന വസീയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഉലമാവിനെ തന്നെ ഫോളോ ചെയ്യണം, ഒരിക്കലും ആ സംവിധാനം നിങ്ങൾ വിടരുത് എന്ന് പറഞ്ഞു. ബസ്സിലെ പാസേജ് ഉണ്ടാവുമല്ലോ, നിൽക്കുന്ന സ്ഥലം, അവിടെ ഇങ്ങോട്ട് ഇരുന്നു. അവൻ പടിഞ്ഞിരുന്നു. അവൻ ചുറ്റുഭാഗം ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഈ കിതാബിലുള്ളത്. അവൻ അവിടെ ഇരുന്നിട്ട് അങ്ങനെ പഠിക്കുക. നമ്മൾ പള്ളിയിലിരുന്ന് ഓതി പഠിക്കും പോലെ അവൻ ആ മത്തിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. കുല്ലിയ തിജാറയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ഫയലിനകത്ത് ഖുർആൻ ഉണ്ടാകും, കയ്യിൽ തസ്ബീഹ് ഉണ്ടാകും. പക്ക നമ്മൾ ഈ ന്യൂജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ ഇതാണ് ഒരു ചെറിയ വിദ്യാർത്ഥികളുടെ രീതി പോലും. അപ്പോൾ ഞങ്ങളെ മൗലിദ് ഇവിടെ നിന്ന് കേട്ടിട്ട് അവിടെ നിന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു പോലും അതാ ഷെയ്ഖ് അബൂബക്കറിൻ്റെ കുട്ടികളായിരിക്കും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മൻസൂർ അദനി കാമിൽ സഖാഫി. അദ്ദേഹമാണ് മഅദൻ അക്കാദമിയിൽ 9 വർഷം പഠനം പൂർത്തിയാക്കി അദനി ബിരുദമെടുത്ത് ശേഷം മർക്കസു സഖാഫത്തി സുന്നിയയിൽ 1 വർഷം പഠനം നടത്തി. അതിനുശേഷം മഅദനിൽ തന്നെ 3 വർഷം മുദരിസായി ജോലി ചെയ്ത് അനന്തരം ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ജാമിഉൽ അസ്ഹറിൽ ഇപ്പോൾ 4 വർഷത്തോളമായി റിസർച്ച് ചെയ്തു വരുന്നു. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ലോകത്തുള്ള ഈ വൈജ്ഞാനികമായ ചർച്ചകളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് വിഷയീഭവിക്കുന്നത്. മൊത്തത്തിൽ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ലോകത്ത് പല ഭാഗങ്ങളിലേക്കും ഇസ്ലാമിക വിജ്ഞാനം വ്യാപിക്കുകയും അത് ഓരോ നാടിനോടും ഓരോ കാലഘട്ടത്തോടും അവിടുത്തെ സംസ്കാരത്തോടും യോജിച്ച രൂപത്തിൽ അതിന് പുതിയ മുഖങ്ങൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ഒരു വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളെയും യൂണിവേഴ്സിറ്റികളിലടക്കമുള്ള ഒരു വൈജ്ഞാനിക മുന്നേറ്റങ്ങളും അതിൻ്റെ ഒരു ശൈലിയെക്കുറിച്ച് ചുരുക്കി വളരെ ബ്രീഫായി ഒന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസഹബത്തി അജ്മഈൻ വബഅദു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ പ്രദേശത്തും ഇസ്ലാമിക സംസ്കൃതി വ്യാപിക്കുന്നതോടൊപ്പം നല്ല ഒരു വൈജ്ഞാനിക സംസ്കാരവും രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ചരിത്രം പറയൽ ഇവിടെ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സംവിധാനങ്ങളെ ചെറിയ രൂപത്തിൽ മാത്രം പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. നമ്മുടെ ചർച്ചയുടെ തുടക്കം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് പുറത്ത് ഏകദേശം മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളിടത്തൊക്കെ ഇന്നും ഇസ്ലാമിക പഠനം സാധ്യമാകാൻ ഓരോ രാജ്യങ്ങളിലും കൃത്യമായ സംവിധാനങ്ങൾ അവർ സ്വീകരിച്ചു വരുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായ മൻഹജുകളുണ്ട് എന്നർത്ഥം. നമ്മുടെ അയൽ രാജ്യമായ മലേഷ്യ, അതുപോലെ തുർക്കി, മൊറോക്കോ, അതുപോലെ ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഉറുദുൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മുടെ അറേബ്യൻ കോണ്ടിനെൻറ്റിന് പുറത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള പഠന സംവിധാനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആഫ്രിക്കയിലെ ഒട്ടുമുഖ്യ മുസ്ലിം ഭൂരിഭാഗം പ്രദേശങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതൊക്കെ പാരമ്പര്യമായി പകർന്നു വന്ന സംവിധാനം തന്നെയാണ് ഭൂരിഭാഗവും. അതിനപ്പുറത്ത് പിന്നീട് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലാണ് അതൊരു യൂണിവേഴ്സിറ്റി വൽകൃത സിസ്റ്റത്തിലേക്കൊക്കെ വരുന്നത്. അസ്ഹർ പോലും യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ആയി മാറുന്നത് കഴിഞ്ഞ ഒരു 60 വർഷത്തിൻ്റെ ഇടയിലാണ്.
അതിനു മുമ്പ് അത് ഇന്ന് കാണുന്ന ഒരു യൂണിവേഴ്സിറ്റി സംവിധാനത്തിലല്ല ഉള്ളത്. എന്നാലോ നമുക്കതിനെ ഇന്ന് കാണുന്ന യൂണിവേഴ്സിറ്റിയേക്കാളും മികച്ച സംവിധാനമെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. തുർക്കിയിൽ അതുപോലെ സമാനമായി നമ്മുടെ സംവിധാനങ്ങളുണ്ട്. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും അതിന് വലിയ പ്രേരകമായത് ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അവരാണിതിനെ നന്നായി പ്രൊമോട്ട് ചെയ്തതും അത് വളർത്തിക്കൊണ്ടുവന്നതും. അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു വൈജ്ഞാനിക സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് ഡിഗ്രി, PG, PhD എന്ന തലത്തിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സംവിധാനങ്ങൾ അറബി മാധ്യമമായിക്കൊണ്ട് നമുക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് തന്നെ പറയാം. എന്നാൽ നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസിൽ, ഇസ്ലാമിനെക്കുറിച്ചുള്ള സ്റ്റഡീസിൽ വേണമെങ്കിൽ നമുക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളും ഇന്നുണ്ട്. അവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചല്ലോ, അസ്ഹർ ഇപ്പോൾ ഈ ഒരു നൂറ്റാണ്ടിലാണ് പുതിയൊരു യൂണിവേഴ്സിറ്റി സ്വഭാവത്തിലേക്ക് മാറിയത്. അസ്ഹറിൻ്റെ ചരിത്രം എടുത്തു വരിച്ചു. ഇപ്പോൾ 1000 വർഷം അസ്ഹർ പൂർത്തിയായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഒരുപാട് ഇമാമിങ്ങൾ അസ്ഹറിൽ കഴിഞ്ഞുപോയി. വിശിഷ്യ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൻ അസ്ഖലാനി, ഇബ്നു ഹജറിൻ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഒരുപാട് ഇമാമിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ അസ്ഹറിൽ കഴിഞ്ഞുപോയവരാണ്. അതുപോലെ പിൽക്കാലത്ത് ബാജൂരി ഇമാമിനെ പോലത്തെ വലിയ ആളുകളൊക്കെ അസ്ഹറിൻ്റെ ഷെയ്ഖുൽ അസ്ഹർ എന്ന പദവി അലങ്കരിച്ച ആളുകളാണ്. അപ്പോൾ അവരർത്ഥത്തിൽ ഒരു പാരമ്പര്യ വിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് അസ്ഹർ എന്ന് പറയുന്നത്. എന്തായിരുന്നു അസ്ഹറിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം? അസ്ഹറിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇൻസ്പയറിങ് അല്ലെങ്കിൽ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഞാൻ അസ്ഹറിലേക്ക് എൻ്റെ നേരത്തെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യമായിരുന്നു ഇസ്ലാമിക വിഷയങ്ങളിൽ നമുക്ക് തുടർന്ന് പഠിക്കണം എന്നുള്ളത്. നമ്മുടെ ഇവിടെ മാദിനിൽ പഠിക്കുന്ന സമയത്ത് തന്നെ തങ്ങൾ ഉസ്താദിൻ്റെയൊക്കെ നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയി നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഉസ്താദിൻ്റെ കൂടെ ഒരു വലിയ ആഗ്രഹം. അവിടെ നിന്നാണ് നമുക്കിത്തരം ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് പലപ്പോഴായി അന്വേഷിക്കുകയും അത് മുത്തവ്വൽ പഠനം, മർക്കസിലെ പഠനം കഴിഞ്ഞ ഉടനെ ആകാം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചു കാലം നമുക്കിവിടെ തദ്രീസായിട്ട് മുന്നോട്ട് പോയിട്ട് പിന്നീടാകാം എന്ന ഒരു ചിന്ത അതിലുറപ്പിച്ച് പിന്നീടൊരു 3.5 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. ഒരു 2021 തുടക്കം മുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നന്നായി അന്വേഷിച്ചു. തുർക്കിയിൽ ഞാൻ പലപ്പോഴും ശ്രമം നടത്തിയിരുന്നു. അവിടെ അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ പലപ്പോഴും കോണ്ടാക്ട് ചെയ്തു. അതുപോലെ ബർമയിലല്ല, നമ്മുടെ ഒരു സുൽത്താനേറ്റ് ഉണ്ടല്ലോ, ബ്രൂണൈ, അവിടെ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ അന്വേഷിച്ചിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മലേഷ്യയിൽ നമ്മുടെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യ, അവിടെ അന്വേഷിച്ചിരുന്നു. അങ്ങനെയുള്ള സാധ്യതകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് പഠനമായിരുന്നു ആദ്യം. 1-2 സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് നമ്മുടെ അറബിക് രാജ്യങ്ങളിൽ സൗദി അറേബ്യ, ഖത്തർ, UAE അല്ലെങ്കിൽ ഒമാൻ, അവിടെയുള്ള സാധ്യതകൾ കൂടെ അന്വേഷിച്ചിരുന്നു. പക്ഷേ അവിടെ നമുക്ക് നേരത്തെ നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന് അവിടെ ഉള്ള പ്രശ്നം എന്താണ്, അവിടെ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്, എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് കൃത്യമായി നമ്മുടെ ഉസ്താദുമാർ വഴി കാണിച്ചു തന്നതുകൊണ്ട് പിന്നെ ആ ഓപ്ഷനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല. പിന്നീട് ഇത്തരം രാജ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും തുർക്കിയിൽ അതുപോലെ മലേഷ്യയിലൊക്കെ നന്നായി അന്വേഷിച്ചിരുന്നു. ബ്രൂണയിലൊക്കെ അന്വേഷിക്കുകയും 1-2 സ്ഥലങ്ങളിൽ ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. നമ്മുടെ ഉസ്താദ് അതിന് വലിയ സപ്പോർട്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ എന്ത് സപ്പോർട്ടാണോ വേണ്ടത് അതിവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ സുൽഫീഖർ ഉസ്താദും അതിന് വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സപ്പോർട്ടായിരുന്നു. ഒരിക്കൽ ഉസ്താദിൻ്റെ അടുത്ത് വലിയ ഉസ്താദിൻ്റെ അടുത്ത് വന്നൊരു മീറ്റിങ്ങിന് ഇവിടെ വന്ന സമയത്താണ് ഈ കുട്ടികളൊക്കെ എന്തുകൊണ്ട് ഈ വിദേശത്ത് പോയി പഠിക്കുന്നില്ല എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ സ്ഥാപനം എന്തെല്ലാത്തിനും സപ്പോർട്ടാണ് എന്ന് ഉസ്താദന്മാർ പറയുകയും ചെയ്തു. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സുൽഫി ഉസ്താദ് എന്നെ പേഴ്സണലി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പഠിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
എന്ത് സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരാം എന്ന് ഉസ്താദ് നന്നായി എന്നെ പേഴ്സണലി തന്നെ സംസാരിക്കുകയും നന്നായി കൂടെ നിൽക്കുകയും ചെയ്തു ഉസ്താദുമാർ എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ തങ്ങൾ ഉസ്താദിൻ്റെ ആ ചോദ്യം എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നില്ല എന്ന ചോദ്യവും ഉസ്താദുമാരുടെ സപ്പോർട്ടും കൂടെ ആയപ്പോൾ എന്തായാലും ഗൗരവത്തോടു കൂടെ തന്നെ പിന്നെ ഈ ഒരു ആലോചനയായി മുന്നോട്ട് പോയി. ആ വർഷം തന്നെ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണം എന്നുള്ള ശ്രമത്തിലായി. പിന്നീട് മദിനിൻ്റെ തന്നെ പിന്നെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അവിടെ പഠിക്കാനുള്ള സാധ്യത കൂടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ വേഗത്തിൽ പിന്നെ അതിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ അതിന് വലിയ സഹായിച്ചൊരു ഘടകമായിരുന്നു കോട്ടുമല ഫാറൂഖ് സഖാഫി എഴുതിയിട്ടുള്ള ഒരു മരണമില്ലാത്തവരുടെ നാട്ടിൽ എന്നൊരു യാത്രാവിവരണമുണ്ട്. വിദ്യാർത്ഥികൾ ഇത്തരം പുറത്ത് രാജ്യങ്ങളിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പിന്നെ മുന്നോട്ട് വെക്കുന്നൊരു പുസ്തകമാണത്. കാരണം അതിൽ ധാരാളം നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന ഒരുപാട് പിന്നെ വസ്തുതകൾ ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഈജിപ്തിനെ കുറിച്ച് തന്നെ ധാരാളം യാത്രാനുഭവങ്ങൾ വീഡിയോകളായിട്ട് അല്ലെങ്കിൽ എഴുത്തുകളായിട്ടും കിട്ടാനുണ്ട്. ഇതിനെ വ്യതിരക്തമാക്കുന്നത് ഇത് ഒരു വൈജ്ഞാനിക തലത്തിൽ നിന്നുള്ള ഒരു യാത്രാനുഭവമായിട്ടാണ് നന്നായി ഫീൽ ചെയ്യുന്നത്. അത് വായിച്ച് തന്നെ അവിടെ എത്തിയ പല വിദ്യാർത്ഥികളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ 2021 തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഉണ്ടായിരുന്നു. അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തതോടുകൂടെ മദിനിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ പഠനം ഡിഗ്രിയായി കണക്കാക്കി പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവിടെ PGക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചു. ഉസ്താദുമാരുടെ സപ്പോർട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രേരകം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അസ്ഹർ യൂണിവേഴ്സിറ്റി 1000 വർഷം പൂർത്തിയായി. അതെ അതെ. ആദ്യ കാലഘട്ടങ്ങളിൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പള്ളിയാണ്. പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലുള്ള വൈജ്ഞാനികമായ വിവരങ്ങളാണ്. ആ പള്ളിയിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു വിഷയം പഠിപ്പിക്കുന്നു. ഉസൂൽ ഫിഖ് ആണെങ്കിൽ ഒരു ഭാഗത്ത്, ഉസൂലുദ്ദീൻ ഒരു ഭാഗത്ത്, ഫിഖ് ഒരു ഭാഗത്ത്, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിലും അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. പൊന്നാനി പള്ളി അടക്കം, കോഴിക്കോട് പിന്നെ ജുമഅത്ത് പള്ളി അടക്കമുള്ള സ്ഥലങ്ങളെയും പള്ളി കേന്ദ്രീകരിച്ച് ഒരുപാട് വിജ്ഞാന ശാഖകൾ പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരുകളൊക്കെ പിന്നെ യൂണിവേഴ്സിറ്റികളാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ജാമിഉൽ അസ്ഹർ എന്നതാണ്. പിന്നീട് അപ്പോൾ ആ കാലത്ത് നമ്മൾ പല കിതാബുകളിലും ഒക്കെ കാണാൻ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട സക്കറിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അവിടെ ദർസ് നടത്തുന്ന അസ്ഹറിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ 4-5 തലമുറകൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അവർ ശിഷ്യന്മാർ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവർ അസ്ഹറിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഇവരെല്ലാം കൂടി സക്കറിയ അൻസാരി തങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ ദർസ് കേൾക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പലയിടങ്ങളിലും വായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പള്ളിയിൽ ഒരു നമ്മളിപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്ന ഒരു പാരമ്പര്യ ശൈലിയിൽ തന്നെയാണ് അസ്ഹർ ഉണ്ടായിരുന്ന ഒരു ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു അസ്ഹറിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതൊരു ചുരുക്കി പറയുക? അപ്പോൾ അസ്ഹറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൊന്നാനി നമ്മൾ മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഒരർത്ഥത്തിൽ നമ്മുടെ പൂർവിക ഉലമാ കാണിച്ചെന്ന ആ ഒരു നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ തുറാസ്, അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ മഖ്ദൂമുമാർ ഈജിപ്തിൽ നിന്നോ മറ്റോ ഉലമായിൽ നിന്ന് പകർത്തി കേരളത്തിൽ കൊണ്ടുവന്നതാണെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴും നമ്മൾ അസ്ഹറിൽ പിന്നെ പോയാൽ അസ്ഹർ എന്ന് പറയുന്നത് എല്ലാവരും അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എന്ന് പറയാറുണ്ട്. ഇന്ന് അസ്ഹർ എന്ന് പറഞ്ഞാൽ അത് ജാമിയത്തുൽ അസ്ഹറും ജാമിഉൽ അസ്ഹറും കൂടെ കൂടിയതാണ്. രണ്ടിടത്തും ഇന്നും വൈജ്ഞാനികമായ വലിയ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ജാമിഉൽ അസ്ഹറിൽ പള്ളിയിൽ പഴയ അതേ സംവിധാനം പിന്തുടർന്ന് കൃത്യമായി ക്ലാസ്സുകൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതിന് സ്പെഷ്യലായിട്ട് പേജുണ്ട്. അവിടെ തന്നെ സംവിധാനിക്കുന്ന ചില ഷോർട്ട് ടൈം കോഴ്സുകളായിട്ട് നടക്കുന്നുണ്ട്. അതല്ലാതെ ആർക്കും ഏത് സമയത്തും വന്ന് പങ്കെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ പാരമ്പര്യ തുറാസിയായ കിതാബുകളും ഇന്ന് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പള്ളിയുടെ ഓരോ ചെരുവുകളും ഓരോ പിന്നെ റുവാക്കുകൾ എന്നാണ് അറിയപ്പെടുക. അവിടെ റുവാക്കുൽ ഇന്തോനേഷ്യ ഉണ്ടായിരുന്നു. അതായത് ഇന്തോനേഷ്യൻ സ്റ്റുഡൻസിന് പഠിക്കാനുള്ളൊരു ഏരിയ. റുവാക്കുൽ മഗാരിബ ഉണ്ട്, മൊറോക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക്. റുവാക്കു ഷവാം ഉണ്ടായിരുന്നു, ഷാമുകാരുടെ റുവാക്ക്. ഹുനൂദ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് എവിടെയാണെന്നുള്ളത് കൃത്യ ലൊക്കേഷൻ എനിക്ക് മനസ്സിലായി. ഉണ്ടായിരുന്ന അതൊക്കെ ഓരോ ഇന്നത്തെ പള്ളിയുടെ തന്നെ വ്യത്യസ്ത ഏരിയകളാണ് അതൊക്കെ.
അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അസറിൻ്റെ ചരിത്രം തന്നെ പറയുന്ന, അസർ പള്ളിയുടെ കൃത്യമായ ചരിത്രം പറയുന്ന പിന്നെ രേഖകളൊന്നുണ്ട്, പുസ്തകങ്ങളുണ്ട്. കിതാബിൻ്റെ പേര് പറയാൻ കഴിയും? അത് ബഹുമാനപ്പെട്ട നമ്മുടെ സുയൂത്തി ഇമാം, അവരുടെ കാലം എന്ന് പറയുന്നത് ഇത്രയധികം പിന്നെ പിൽക്കാലത്തുള്ളതല്ല. എന്നാലും സുയൂത്തി ഇമാം ആണ് പിന്നെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിലൊരു മിസ്റിൻ്റെ ചരിത്രം എഴുതി തന്നത്. അപ്പോൾ അതിലെല്ലാം വരുന്നുണ്ട്. അവിടുത്തെ നാടിനെ കുറിച്ചുള്ള അവതരണങ്ങൾ, അവിടുത്തെ പിന്നെ ഭരണാധികാരികളെക്കുറിച്ച്, ആ നാടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അവിടെ സംസ്കാരത്തെക്കുറിച്ച്, എത്രത്തോളം നൈൽ നദിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഹുസ്നുൽ മുഹാദറ എന്ന ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിൻ്റെ കിതാബിൽ. അതോടൊപ്പം അവിടുത്തെ വൈജ്ഞാനിക ഇടപെടലുകളെ നന്നായി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നും ആ പള്ളി എന്നുള്ളത് അതിൻ്റെ പ്രൗഢിയോടൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് വേണമെങ്കിൽ പൊന്നാനിയിൽ ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മോഡൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒരു വലിയ പള്ളി അന്നത്തെ കാലത്ത് തങ്ങൾ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, അന്നത്തെ സമൂഹത്തിൻ്റെ നില അനുസരിച്ച് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ആ പള്ളി. കാരണം വളരെ പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു സമൂഹം, വൈജ്ഞാനികമായി ആലോചിക്കാൻ പോലും ശേഷിയില്ലാത്തൊരു സമൂഹം. ആ സമൂഹത്തിൽ നിന്നാണ്, ആ സമൂഹത്തിന് വേണ്ടിയാണ്, ആ സമൂഹത്തിൻ്റെ തുച്ഛമായ സമ്പത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട മഖ്ദൂം അവർകൾ അത്ര വലിയൊരു പള്ളി, നൂറ്റാണ്ടുകൾ അതിജീവിച്ച പള്ളി ഉണ്ടാക്കുന്നത്, അതും വൈജ്ഞാനിക ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് അത്രയേറെ ഇതിന് പ്രയോഗിക്കണമെന്നും അതിന് അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെ ഈ ഈജിപ്ഷ്യൻ അനുഭവത്തിൽ നിന്നായിരിക്കണം അവർ പകർന്നെടുക്കുന്നത്. കാരണം അവർ കണ്ടിട്ടുള്ളത് ഈജിപ്ഷ്യൻ അനുഭവമാണല്ലോ. അപ്പോൾ അതിലൂടെ ഉണ്ടാക്കി അതുപോലൊരു സംവിധാനം തന്നെ ഇന്നും അസർ പള്ളി എന്നുണ്ട്. ഞാൻ നമ്മുടെ പൊന്നാനി പള്ളിയും എല്ലാ സമയത്തും ഇപ്പോഴേ ഓപ്പൺ ആണെന്ന് എൻ്റെ അഭിപ്രായം. ഞങ്ങളൊരു 6 വർഷം മുമ്പ് ഒരിക്കൽ രാത്രി അവിടെ താമസിക്കുകയും, അപ്പോൾ രാത്രിയൊക്കെ ഓപ്പൺ, എപ്പോഴും ആർക്കും വരാം. അതുപോലെ ഈ അസറിലെ പള്ളി നമ്മൾ രാവിലെ അവർ ഓപ്പണാക്കി കഴിഞ്ഞാൽ രാത്രി വരെ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പിന്നെ ഇടമാണ് അസറിലെ പള്ളി എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കുട്ടികളോട് പറയാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിക്കുന്ന അല്ലെങ്കിൽ പഠനത്തിൽ നമുക്ക് ഒരു മൂഡ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ആ അസർ പരിസരത്ത് കൂടെ അങ്ങനെ പോയി അസർ പള്ളിയിലൂടെ ഒന്ന് കറങ്ങി വന്നാൽ നമ്മൾ ഫുൾ ചാർജഡ് ആവും. മീൻസ് അത്രയധികം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഇങ്ങനെ പഠിക്കുന്നു. നിരന്തരം പുസ്തകത്തോട് മല്ലിടുന്ന, കിതാബിനോട് മല്ലിടുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ, മറ്റൊരു ചിന്തയില്ലാതെ ഇതിനു വേണ്ടി മാത്രം പിന്നെ ജീവിക്കുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചാർജഡായി മാറുമെന്ന് പറയാറുണ്ട്. അതുപോലെയുള്ളൊരു ഇതാണ് പള്ളി. അതേസമയത്ത് യൂണിവേഴ്സിറ്റി അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ക്യാമ്പസ് ഉള്ളത്. ഇതുപോലെ വ്യത്യസ്ത ക്യാമ്പസുകളായിട്ടാണ് അസർ ഉള്ളത്. പിന്നെ ഈജിപ്തിലെ തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ അവരുടെ ഹയർ സ്റ്റഡീസിൻ്റെ, ഇസ്ലാമിക് ഹയർ സ്റ്റഡീസിൻ്റെത് പ്രത്യേകിച്ചും അല്ലാത്ത നമ്മുടെ ബികോം പോലത്തെ കോഴ്സുകളൊക്കെ അസറിൽ നിന്നുണ്ട്. അപ്പോൾ അവിടെ ആ പിന്നെ ക്യാമ്പസുകളൊക്കെ വ്യത്യസ്ത ക്യാമ്പസുകളാണ്. അതുപോലെ തന്നെ അസ്ഹറിനെ അവരെ ഒരു മോഡൽ യൂണിവേഴ്സിറ്റി പോലെയാണ് അവിടെ കാണുന്നത്. എല്ലാ ജില്ലകളിലും അതിന് ഓരോ ക്യാമ്പസ് ഉണ്ടാവും. നമ്മൾ അലിഗഡിന് മലപ്പുറത്തൊരു ക്യാമ്പസ് എന്ന് പറഞ്ഞ പോലെ അസ്ഹറിൻ്റെ ഓരോ ക്യാമ്പസ് എല്ലാ ജില്ലയിലും ഉണ്ടാവും. പക്ഷേ ഫോറിനേഴ്സിന് എവിടെ മാത്രമേ, വാഫിദീങ്ങളായ നമുക്കൊക്കെ ആകെ പ്രവേശനം കിട്ടുന്നത് കൈറോയിൽ മാത്രമായിരിക്കും. പിന്നെ ഒരു കുല്ലിയത്തുൽ ഖുർആൻ മാത്രമാണ് അപ്പുറത്ത് ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി തങ്ങളൊക്കെ അന്തി ഇറങ്ങുന്ന തൊന്തയിലുള്ളത്. അല്ലാത്തടത്തൊന്നും ഫോറിനേഴ്സ് ഇല്ല. ഏതായാലും ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ഇപ്പോൾ നമ്മളെ നാട്ടിലേക്കുള്ള ഭൗതിക യൂണിവേഴ്സിറ്റി പോലെ അവിടെ പിന്നെ ഡിഗ്രി കോഴ്സുകളുണ്ട്, അതുപോലെ PG കോഴ്സുകളുണ്ട്, അതുപോലെ PhD സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവിടുത്തെ സംവിധാനം. അപ്പോൾ അതിൽ കാര്യമായി വരുന്നത്, വിദേശികളൊക്കെ അവിടെ പഠിക്കാൻ കാര്യമായിട്ട് വരുന്നത് ഇസ്ലാമിക് എഡ്യൂക്കേഷനാണ്. അവിടെ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും MBA ഉണ്ട്, അതല്ലെങ്കിൽ കുല്ലിയത്തു തിജാറയുണ്ട്, കുല്ലിയത്തു തിബ്, കുല്ലിയത്തു തിജാറ, സൈദലിയ എല്ലാം അവിടെയുണ്ട്. അസർ ക്യാമ്പസിലുണ്ട്. അത് പെൺകുട്ടികൾക്ക് വേറെ ക്യാമ്പസാണ്, ആൺകുട്ടികൾക്ക് വേറെ ക്യാമ്പസാണ്. കുല്ലിയത്തുൽ ബനാത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ക്യാമ്പസ് ഉണ്ട്. അത് അവിടെ എല്ലാ കോളേജുകളും പെൺകുട്ടികളുടേത് മാത്രമാണ്. ഇപ്പോൾ കുറച്ച് ചില ക്യാമ്പസുകളിലേക്കൊക്കെ എന്തുന്നുണ്ട്, പിന്നെ അവർ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചുള്ള ചില പിന്നെ ക്യാമ്പസുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ നമ്മൾ പിന്നെ മറ്റേത് രാജ്യങ്ങളിലും മോഡേണായിട്ട് ചിന്തിക്കുകയും മാറ്റങ്ങൾ വരികയും പിന്നെ വെസ്റ്റിൽ നിന്ന് ആശയങ്ങൾ കടമെടുക്കുകയും ചെയ്യുമ്പോഴും ഇവരിപ്പോഴും
കുല്ലിയത്തുൽ ബനാത്ത് വേറെ തന്നെയാണ്, ബനീന് വേറെ തന്നെയാണ്. അവർക്ക് സിസ്റ്റം വേറെയാണ്, ഉസ്താദ്മാർ വേറെയാണ്, എല്ലാം വേറെയാണ്. നമ്മൾ ഈ കുല്ലിയത്തുൽ ബനാത്തിലേക്ക് പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം ഞാനൊരിക്കൽ പോയിട്ടുണ്ട്. എൻ്റെ PGയുടെ സമയത്ത് ഞാൻ ടോപ്പിക്ക് സെലക്ട് ചെയ്തപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് സൈൻ വാങ്ങണം. ഈ ടോപ്പിക്ക് അവിടെ എന്താ ചെയ്തിട്ടില്ല, നിലവിൽ സ്റ്റഡി നടന്നിട്ടില്ല എന്ന് നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ അവിടെ പോകേണ്ടിയൊന്നുമല്ല. നമ്മൾ ആ ക്യാമ്പസായിട്ട് ഒരു ടച്ച് പോലും ഇല്ല. അപ്പം അങ്ങനെ ഇപ്പോഴും പിന്നെ ആൺ പെൺ സങ്കലനം ഇല്ലാത്തൊരു സിസ്റ്റം തന്നെയാണ് ഇത്തരം രാജ്യങ്ങളിലൊക്കെ സ്വീകരിച്ചു വരുന്നത്. പിന്നെ അവിടെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വിദേശികളായ വിദ്യാർത്ഥികൾ, വാഫിദീങ്ങൾ എന്നാണ് അവരെ പറ്റി പറയാറുള്ളത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു വഫ്ദ് എന്ന് അതിൽ നിന്ന് പിടിച്ച വാഫിദീങ്ങൾ, അവിടേക്ക് ഇൽമു പഠിക്കാൻ വന്നവർ, അവർക്കുള്ള സംവിധാനം അവർ കൂടുതൽ വരുന്നത് ഈ ഇസ്ലാമിക് എഡ്യൂക്കേഷനാണ്. ഇൽമു ശരിയ, നമ്മുടെ ഫിഖ്ഹ്, ഹദീസ്, തഫ്സീർ, അതുപോലെ നമ്മുടെ അതിന് സഹായിക്കുന്ന ഇൽമുകളായ ഉലൂമുൽ ലുഗ, ബലാഗ, മന്തിഖ്, ഇത്തരം അഖീദ, ഇത്തരം വിഷയങ്ങൾ പഠിക്കാനാണ് അസ്ഹറിനെ വിദേശികൾ കാര്യമായി ആശ്രയിക്കുന്നത്. മറ്റിടത്തേക്ക് വരുന്നില്ല എന്നല്ല, അസ്ഹർ ആയിട്ട് അറിയപ്പെടുന്നത് ഈ കുല്ലിയകളിലാണ്. അപ്പോൾ ഇത്തരം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് അസ്ഹർ യൂണിവേഴ്സിറ്റി. അതേസമയം ഇതേ ഫന്നുകളിലെ ക്ലാസ്സുകൾ നേരത്തെ പറഞ്ഞ ജാമിഉൽ അസ്ഹറിലും നടക്കുന്നുണ്ട്. ഇതാണ് അസ്ഹറിൻ്റെ ഒരു ടോട്ടാലിറ്റി. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതിൽ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ ഉലമാൻ്റെ ആ കാലഘട്ടത്തിലെ ശൈലികൾ, അധ്വാനം വളരെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും അവർ അപ്പോൾ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ, വലിയ സീനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഖാദി ഫഖറുദ്ദീൻ അബൂബക്കർ ബിൻ റമളാൻ അശ്ശാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മഹല്ലിയുടെ ഒക്കെ ശിഷ്യൻ കൂടിയാണെന്നാണ് അറിയപ്പെടുന്നത് റളിയല്ലാഹു അൻഹു. അവരൊക്കെ ആ സ്ഥാപിച്ച സിൽസിലത്തുൽ ഫഖരിയ സിലബസ് ഒക്കെയാണ് പിന്നീട് വരുന്നത്. അന്ന് കേരളത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ജുമാഅത്ത് പള്ളി, കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ആ ദർസൊക്കിൻ്റെ ഒക്കെ ഒരു യൂണിവേഴ്സിറ്റി മോഡൽ സ്വീകരിച്ചിട്ടുണ്ടാവും. അത് പിന്നെ മഖ്ദൂം റളിയല്ലാഹുവിന്റെ ഉസ്താദാണല്ലോ. പിന്നെ അവരുടെ ഉപ്പയായ റമളാൻ അശ്ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ കേരളത്തിൽ ഒരുപാട് കാലം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം നിലനിന്നിരുന്നു എന്നുകൂടി ഒരുപക്ഷെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അസ്ഹർ ഇത്രയും വളരെ പ്രൗഢിയോടുകൂടെ വൈജ്ഞാനിക വിതരണം നടത്തിക്കൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പുതിയ കാലത്ത് ഗവൺമെൻറ്റുകളുടെ സപ്പോർട്ട്, ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റൊക്കെ എങ്ങനെയാണ് അസ്ഹറിനോടുള്ള ഒരു സമീപനം? ഗവൺമെൻറ് നമ്മുടെ പിന്നെ വിദ്യാർത്ഥികളോടുള്ള സമീപനം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈജിപ്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്രയോ ദൂരത്തുള്ള ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ നമ്മുടെ കൾച്ചറായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഭാഷ ബന്ധമില്ലാത്ത ഒരു ഏരിയയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഈജിപ്ത് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വരുന്ന ഏത് വിദ്യാർത്ഥിയെയും ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും അവന് വേണ്ട പഠന സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നിലവിൽ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ഇത്രയും കാലം അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ കേട്ട അറിവ് എന്ന് പറയുന്നത്. അവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ അവിടെ അവർ നമുക്കൊക്കെ മിൻഹ തരുന്നുണ്ട്. മിൻഹ മീൻസ് സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് തന്നെ വലിയ ഫണ്ട് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അവന് അവിടെ കഴിഞ്ഞു പോകാനുള്ള ചിലവ് കൊടുക്കുക, എന്നിട്ട് പരമാവധി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ വർഷവും അവർ കൊടുക്കുന്നത് 2000-3000 സ്റ്റുഡൻസിനാണ് ഇതുപോലെ കൊടുക്കുന്നത്. എന്നാൽ ഈ കുട്ടി അടുത്ത വർഷത്തിൽ നിന്ന് പുറത്തു പോവില്ല. ഈ ഒരു വർഷം സ്കോളർഷിപ്പിലേക്ക് പിന്നെ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥി പിന്നെ അത് അവൻ്റെ ആ സ്റ്റഡി തീരുന്നത് വരെ, ഇനി ഡിഗ്രി സ്റ്റുഡൻറ്റ് അത് തീർന്നാലും അവൻ അവിടെ തന്നെ PG ചെയ്യുന്നുണ്ടെങ്കിൽ അവനക്ക് ആ സ്കോളർഷിപ്പ് തുടർന്നു പോകാൻ പറ്റും. അപ്പോൾ അത്രയും വലിയൊരു സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഇത് ഗവൺമെൻറ്റാണെന്ന് ചോദിച്ചാൽ നേരിട്ട് ഗവൺമെൻറ് അല്ല ഈ ഫണ്ട് കൊടുക്കുന്നത്. നമ്മുടെ മശീഖത്തുൽ അസ്ഹർ എന്ന് പറയും. അസ്ഹറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് തയ്യിബ് നേതൃത്വം കൊടുക്കുന്ന ഷെയ്ഖുൽ അസ്ഹറിൻ്റെ കീഴിലുള്ള ഉസ്താദന്മാരുടെ ബോഡി എന്ന് പറയും. അതിന് മഷീഖ എന്നാണ് പറയുക. മഷീഖ അവരുടെ ഷെയ്ഖുമാരുടെ കേന്ദ്രം. അപ്പോൾ അവർ നൽകുന്നതാണ് ഈ ഫണ്ട്. അത് ഗവൺമെൻറ് കീഴിൽ തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സ്വതന്ത്രമായ ബോഡിയാണ്. അവർക്ക് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നല്ല സഹായം കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൽമ് പഠിക്കാനാണല്ലോ ഇവർ വരുന്നത്. നമ്മളൊക്കെ പോകുന്നത് ഇസ്ലാമികമായ ഇൽമു പഠിക്കാനാണ്. ആ അർത്ഥത്തിൽ തന്നെ ഗവൺമെൻറ് അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി മാത്രം അസ്ഹറിൽ അവരൊരു പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒരു സബ് സെൻറ്റർ തുറന്നിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ അവിടെ പ്രയാസപ്പെടരുതെന്ന് കരുതിയിട്ട് കൂടെ ആയിരിക്കണം. അതോടുകൂടെ നമ്മുടെ പേപ്പർ വർക്കുകളിൽ, ഗവൺമെൻറ്റുമായ പേപ്പർ വർക്കുകളിൽ പോലും അവർ അത്ര സ്ട്രിക്റ്റ്നെസ് നമ്മൾ അസർ സ്റ്റുഡൻ്റ് ആണോ, എന്നാൽ നമുക്ക് പലയിടത്തും ഈവൻ നമ്മുടെ കയ്യിൽ രേഖയില്ലെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടിക്കുന്ന, അതെ പ്രയാസപ്പെടുത്തൂല. ഈവൻ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ ദൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ രേഖയില്ലെങ്കിൽ പോലും ചിലപ്പോൾ അസർ സ്റ്റുഡൻ്റ് ആണെന്നുള്ള രേഖ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സ്വീകരണമാണ് പിന്നെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക. പോലീസ് പോലും എല്ലാവരും നമ്മെ ആ അർത്ഥത്തിൽ സ്വീകരിക്കും. അപ്പം പൊതുജനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്രയോ നല്ല ഈജിപ്ഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പിന്നെ ഈജിപ്തിലേക്ക് യാത്ര പോകുമ്പോൾ ആദ്യമേ കിട്ടുന്ന ചില റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈജിപ്ഷ്യൻസ് ഭയങ്കര റഫാണ്, അവർ വലിയ മനുഷ്യന്മാരാണ്, പിന്നെ തീരെ അനുസരണ ഇല്ലാത്ത നന്നായി ചൂടാവുന്ന ഒരു സമൂഹമാണ് എന്ന് നമ്മുടെ സൗദിയിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അന്നേ പറഞ്ഞിരുന്നു. അത് പിന്നീടും ഇപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് അനുഭവിച്ച ഈജിപ്ഷ്യൻസ് അത് മാത്രമല്ല, അങ്ങനത്തെ ആളുകളുണ്ട്. പക്ഷെ അതേ സമയത്ത് നന്നായി മനുഷ്യരെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് ഇൽമിനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ. അതിന് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, അവരുടെ ഒരു നിർബന്ധമാണ് അസ്ഹറിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളൊക്കെ ഇവിടെ പിന്നെ കഷ്ടപ്പെടരുത്, അവർക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾ കൊടുക്കുമെന്നുള്ളു. റമദാനിൽ മാത്രമല്ല, റമദാനിൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലും ഉണ്ട് റമദാനിൽ പലയിടത്തും ഇഫ്താറിനൊക്കെ സംവിധാനം ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് എല്ലാ ദിവസവും അസ്ഹർ പള്ളിയുടെ പരിസരത്ത് ഫ്രീ ആയിട്ട് ഭക്ഷണം അവർ ഒരുക്കി തരുന്നുണ്ട്. നമ്മൾ രാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, നേരെ ആ സ്ഥലത്ത് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു പോരുന്നു. ഉച്ചയ്ക്ക് വീണ്ടും അവിടെ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഫ്രീ ആയിട്ട് ഭക്ഷണം. അവിടെ ചോദ്യമില്ല, ഒന്നുമില്ല. നമുക്ക് അത്രയും വലിയ സ്വീകരണം തരാം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം. അത് നമ്മൾ പ്രത്യേകിച്ച് ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയാൽ, കൈറോ എന്ന് പറഞ്ഞാൽ അതൊരു മൾട്ടി കൾച്ചർ പിന്നെ സിറ്റിയാണ്. ഉമ്മുദ്ദുന്യ എന്നാണ് പറയുക. ദുന്യാവിലെല്ലാം കിട്ടുന്ന ഒരു നാടാണ്. എല്ലാ കൾച്ചറും അവിടെ ഉണ്ടാവും. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു ഇൽമിയായ ജവ് നിലനിൽക്കുന്നു. ഇനി ഗ്രാമങ്ങളിലേക്കൊക്കെ പോയാൽ നമ്മളോട് ഈ മനുഷ്യർ കാണിക്കുന്ന ബഹുമാനം എത്രയാണ്. നമ്മളെ വലിയ ഒരു ആലിമായിട്ട്, ഒരു നല്ല മനുഷ്യനായി, ഒരു മുഖ്തദാബിയായിട്ടാണ് അവർ കാണുക. കാരണം അവർക്ക് അത്രയും ഇൽമിനോടുള്ള സ്നേഹം കൊണ്ട്. ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ അയിമത്ത് കാണിച്ചു കൊടുത്ത ഒരു പാരമ്പര്യമാണല്ലോ. സ്വാഭാവികമായിട്ടും അത് അവരിൽ നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ പൊതുവേ കേരളത്തിൽ നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഒരു സംസാരം എന്ന് പറയുന്നത്, ഈജിപ്തിൽ പോയാൽ ഒരു പക്ഷേ നമ്മുടെ ഈ പാരമ്പര്യമായ ആദർശങ്ങളൊക്കെ വിടേണ്ടി വരും, ഈജിപ്തിൽ പോയാൽ അങ്ങനെയാണ്. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല വ്യക്തികളും അവിടെ പോയി വന്നതിന് ശേഷം നമ്മുടെ ഉലമാ നമുക്ക് കാണിച്ചു തന്ന ഒരു സച്ചരിതമായ പാതയുണ്ട്, അല്ലെങ്കിൽ ഒരു മൻഹജുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന രൂപത്തിൽ പല ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് മൊത്തത്തിൽ അതൊരു ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഈജിപ്തിൽ പോയവരെല്ലാവരും പിന്നെ അങ്ങനെ ആകും? മാത്രമല്ല, ഏതൊരു തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അങ്ങോട്ട് ചെല്ലേണ്ടത് എന്നും കൂടി ഒരു ചോദ്യമാണ്. തുടക്കത്തിലുള്ള ഒരു വിദ്യാർത്ഥി ഒരു പക്ഷേ നേരെ തുടങ്ങാൻ വേണ്ടി ഈജിപ്തിലേക്ക് പഠനം ആരംഭിക്കാൻ, ദീനിയായ പഠനം ആരംഭിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോയാൽ ആ വിദ്യാർത്ഥിയെ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം. ഇങ്ങനെ തുടങ്ങിയ ഒരു ചർച്ചകളുണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ. അതായത് ചോദ്യം ഈജിപ്തിൽ പോയാൽ നമ്മൾ പേക്കുമോ എന്നുള്ളതാണ്. അത് ചുരുക്കി ഇത്ര പറയാം. നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗം തന്നെ, അതായത് നമ്മുടെ ഈ ഒരു പിന്നെ ഷാഫി മദ്ഹബിൻ്റെ ട്രഡീഷൻ, അല്ലെങ്കിൽ നമ്മുടെ സുന്നി ഉലമാഇൻ്റെ ട്രഡീഷൻ എടുത്തു നോക്കിയാൽ തന്നെ കഴിഞ്ഞ ഒരു 3-4 നൂറ്റാണ്ടെന്ന് പറയുന്ന നമ്മുടെ മദ്ഹബുകളൊക്കെ നന്നായിട്ട് തഹരീർ ചെയ്യുന്ന, അതിനെ ഹാഷിയകളൊക്കെ എഴുതി അതിൻ്റെ എന്താ പറയുക പിന്നെ മുസ്തഖിലൻ കിതാബുകൾക്കപ്പുറത്ത് ഹാഷിയകളൊക്കെ എഴുതിയൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അവരിലൊക്കെ ഏറ്റവും പ്രധാന ഉലമ ആരായിരുന്നു? അസ്ഹറിലെ ഉലമ ആയിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിമുൽ അബ്ബാദി റളിയല്ലാഹു അൻഹു, റംലി ഇമാമും, അല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ തന്നെയാണല്ലോ. അപ്പോൾ സുയൂത്തി ഇമാമാണെങ്കിലും അല്ലെങ്കിൽ മഹല്ലി ഇമാമാണെങ്കിലും എല്ലാം കൈറോയിൽ തന്നെയാണ്, അസ്ഹറിൽ തന്നെയാണ്. അപ്പോൾ അവരാണ് ഈ പാരമ്പര്യം കാണിച്ചു തരുന്നത്. നമ്മൾ ഈ കാണുന്ന ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയ സ്റ്റഡി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും നമ്മുടെ തലമുറയിൽ തന്നെ പലരും നമ്മളിങ്ങനെ ഇബാറത്തിനെ ഹല്ലയിച്ച് ഇങ്ങനെ വെറുതെ സമയം കളയാണെന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് നമ്മളെ പാരമ്പര്യത്തെ വലിച്ചെറിയാണ്. ഈ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യം. ആ ടെക്സ്റ്റിൽ തന്നെ നമ്മൾ അതിൽ നിന്ന് തന്നെ ആ ടെക്സ്റ്റ് ഒഴിവാക്കാതെ ആശയത്തിൽ മാത്രം വിഷയം തിരിഞ്ഞാൽ പോരെ എന്ന ഒരു പുതിയ ചോദ്യം ഉണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ നമ്മൾ മുഴുവൻ നമ്മുടെ അസല് മുഴുവൻ വലിച്ചെറിയല.
ഈ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയ സ്റ്റഡി വരുന്നത് അതായത് മത്തിനിൽ അത് ആ പദത്തിന് അവർ പ്രയോഗിച്ച ഓരോ പദവും അവർ കണ്ടറിഞ്ഞ് പ്രയോഗിച്ചതാണ് എന്നാണല്ലോ നമ്മൾ മഹല്ലിയൊക്കെ ഓതുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അതാണല്ലോ. ഓരോന്നും വളരെയധികം സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ശേഷം പ്രയോഗിച്ചതാണ്. അത് ഓരോ ശാരീരങ്ങളും പിന്നെ താലീക്ക് എഴുതിയവരും ഹാഷി എഴുതിയവരൊക്കെ വിശദീകരിച്ചു തന്നു. അപ്പോൾ പിന്നെ ഈ ഷറഹിൻ്റെ ആവശ്യം എന്ത്, ഹാഷിയുടെ ആവശ്യം എന്തെന്ന് ചോദ്യം തന്നെ വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതൊക്കെ നേതൃത്വം നൽകിയ ഈ ഉലമാ തന്നെയാണ്. അപ്പോൾ അവർ തന്നെയാണ് അസ്ഹറിൻ്റെ മനഹജ് തീരുമാനിച്ചത് അവർ തന്നെയാണ്. പിന്നീട് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സത്യം തന്നെയാണ്. അത് നേരത്തെ പിന്നെ ഈ പുരോഗമന പ്രസ്ഥാനക്കാരുടെ ചില കടന്നുകയറ്റം കാരണം അസ്ഹറിൻ്റെ മനഹജിലും മറ്റൊക്കെ ചില മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാലും അതിനെ ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞൊരു 20 വർഷത്തോളം ഇത് മാറ്റി എഴുതാനുള്ള നല്ല ശ്രമത്തിലാണ്. ഏറെക്കുറെ മാറി എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ അസ്ഹറിൽ വന്ന ഈ പുരോഗമനാത്മക ടീമിൻ്റെ കൃത്യമായി പറഞ്ഞാൽ ഈ ഇസ്ലാഹ് തജ്ദീദ് വാദക്കാരുടെ ഗ്രന്ഥങ്ങളൊക്കെ അവർ കടത്തിക്കൂട്ടിയിരുന്നു. അതെല്ലാം ഒരർത്ഥത്തിൽ അവർ മാറ്റി എന്ന് തന്നെ പറയാം. ഇന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇവരുടെ ഗ്രന്ഥങ്ങളൊന്നും കാണാനില്ല, അങ്ങനെ ഗ്രന്ഥമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇബ്ൻ അബ്ദുൽ വഹാബിൻ്റെ ട്രഡീഷനിൽ വരുന്ന, ഇബ്ൻ തൈമിയുടെ ട്രഡീഷനിൽ വരുന്ന ഒരു ഗ്രന്ഥവുമില്ല. അത് ആരാണ് മാറ്റിയതെന്ന് വെച്ചാൽ അത് അസ്ഹർ മൊത്തത്തിൽ മാറ്റിയത് തന്നെയാണ്. അസ്ഹറിൻ്റെ രീതി തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ അഖീദയിൽ അവർക്ക് കൃത്യമായിട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ നിലപാട് തന്നെയാണ് എന്ന് നമുക്ക് അവരുടെ എത്രയോ സംസാരങ്ങളിൽ ക്ലാസ്സുകളിൽ നിന്ന് കേൾക്കാൻ കഴിയും. എന്ന് വെച്ചിട്ട് നമുക്ക് അത് നമ്മുടെ ഉലമാ കാണിച്ചു തരുന്ന എല്ലാ സൂക്ഷ്മതയും അവർ പുലർത്തണമെന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു ഘട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ നേരത്തെ പറഞ്ഞ മറ്റു പലരുടെയും വരവ്. അപ്പോൾ അത് പൂർണ്ണ അർത്ഥത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള എത്രത്തോളം സാധ്യമാണ് നമുക്ക് പറയാൻ കഴിയില്ല. അതിലേക്കുള്ള വരവിൽ തന്നെയാണ്. അതിനൊറ്റ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈജിപ്തിൻ്റെ ഇപ്പോഴത്തെ ഔക്കാഫ് മന്ത്രി ഉസാം അൽ അസ്ഹരി നമുക്ക് കേരളത്തിൽ പലവട്ടം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വൈജ്ഞാനിക അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മളൊക്കെ കണ്ട് അംഗീകരിച്ചവരാണ്. അദ്ദേഹം ഒരിക്കൽ ഈ അടുത്ത് നടന്ന ഒരു മലയാളി വിദ്യാർത്ഥിയുടെ, സുന്നി അല്ലാത്തൊരു മലയാളി വിദ്യാർത്ഥി അസ്ഹറിൽ വന്ന് പഠിക്കുകയും PGയുടെ ഓപ്പൺ ഡിഫൻസിൻ്റെ സമയത്ത്, മുനാക്കശയുടെ സമയത്ത് അതിൽ ഉസാം അൽ അസ്ഹരി അദ്ദേഹത്തോട് കാര്യമായി ചോദിച്ചത്, നിങ്ങൾ ഇവിടെ ഷെയ്ഖ് ഉസൈമീനെ നഖൽ ചെയ്തിട്ടുണ്ടല്ലോ, അത് അസ്ഹറിൻ്റെ രീതിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു 20 മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചു. എന്താണ് അസ്ഹറിൻ്റെ മനഹജ്, ഇത് അസ്ഹറിൻ്റെ രീതിയല്ല എന്ന് കൃത്യമായിട്ട് മുനാക്കശയിൽ സംസാരിച്ച ആ വീഡിയോ ഇന്നും ലഭ്യമാണ്. അതായത് ഈ അഖീദപരമായിട്ട് അസ്ഹറിൻ്റെ മനഹജ് എന്ന് പറയുന്നത് ഈ തൈമിയൻ രീതിയോ അല്ലെങ്കിൽ വഹാബിയൻ രീതിയോ അല്ല, അല്ലെങ്കിൽ ഇഖ്വാനിയൻ രീതിയോ അല്ല. അതിനെ കൃത്യമായിട്ട് പ്രതിരോധിച്ചത് അസ്ഹർ തന്നെയാണ്. അതിനൊരു കാലത്തൊരു അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇസ്ലാമിക് കൺട്രീസിലൊക്കെ ബാധിച്ച പോലെയുള്ള ഒരു പ്രശ്നം അസ്ഹറിനെയും ബാധിച്ചിട്ടുണ്ട്. അത് സൂക്ഷ്മതയുടെ വഴിയാണ് എപ്പോഴും ഇസ്ലാമിൻ്റെ വഴി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫിഖ്ഹിലൊക്കെ എത്രയും സൂക്ഷ്മമായ രീതി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ മദ്ഹബിലെ പ്രധാനപ്പെട്ടൊരു കായികയാണ്, നമ്മൾ പുതിയ നന്മകൾ കണ്ടെത്തുന്നപ്പുറത്തേക്ക് നമ്മൾ ഏതിനാണ് ജൽബിൽ മസാലിഹ് എന്നാണ്. മസാലിഹിനെ നമ്മൾ പുതിയത് ഉണ്ടാക്കുക, പുതിയൊരു മസാലിഹ് കിട്ടുമല്ലോ എന്നതിനെല്ലാം നമ്മൾ മുന്തിക്കുക. മറിച്ച് എന്തെങ്കിലും തിന്മകൾക്ക്, തെറ്റുകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ ആ വാതിൽ തന്നെ അടക്കുന്ന സിസ്റ്റം, അത് സൂക്ഷ്മതയുടെ വഴിയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ രീതി അവരൊരു കാലത്ത് വിട്ടു, അല്ലെങ്കിൽ അത് അവർ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നഷ്ടപ്പെട്ടു. ഇനി അതിലേക്ക് സമൂഹത്തെ കൊണ്ടുവരിക എന്നുള്ള വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് ഫിഖ്ഹിലൊക്കെ വളരെ വിശാലമായ ഒരു രീതിയിലേക്ക്, വിശാലമായ രീതിയൊന്നും പറയാൻ കഴിയില്ല, ഒരു തുറന്ന സമീപനം അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ, നമ്മൾ സുഹൂലത്ത് എന്നൊക്കെ അതിലൊക്കെ വരുന്ന വിമർശനമാണ് ഈ ലാമദ്ഹബിയത്ത് വന്നു. അതായത് ഒന്നുകിൽ അവർ പറയും ഞങ്ങളൊക്കെ മദ്ഹബുകാരനെയാണ്, പക്ഷേ ഒറ്റ മദ്ഹബ് അവർ തമസ്സുക്ക് ചെയ്യുന്ന കാണൂല, മറിച്ച് ഏതെങ്കിലും മദ്ഹബ് ആയാലായി എന്നൊക്കെയാണ് പോകുന്നത്. അത് ഈജിപ്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, അത് ഏകദേശം അറബ് കൺട്രീസിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചില ഇഫ്താകളിലൊക്കെ കാണാൻ കഴിയുന്നത് ചോദ്യം ചോദിച്ചാൽ ഖുർആനോ ഹദീസോ വെച്ചിട്ടായിരിക്കും മറുപടി കൊടുക്കുന്നത്. ആ രീതി നമുക്കില്ലല്ലോ.
അത് അവർക്കൊരു കാലത്ത് നഷ്ടപ്പെട്ടു. ഇനി അതിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ ഇന്നും അവിടെ ഒരുപാട് ഉലമ ഉണ്ട്, ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ഉലമ ഉണ്ട്. പിന്നെ അവിടെ ഇതാണ് സാധ്യമായത്, ഇത് മാത്രമാണ് സാധ്യമായതിൽ ഏറ്റവും നല്ലത് അവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടുത്തെ ഉലമാന് പിന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ പിന്നെ നമ്മളുടെ ഉലമാക്ക് കാണിച്ചെന്ന പോലെയുള്ള സൂക്ഷ്മമായ വഴിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ശരി. അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചു ഇതാണ് അസ്ഹറിൻ്റെ രീതി, അല്ലെങ്കിൽ അസ്ഹറിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. സോ ഫിഖ്ഹിലൊക്കെ വളരെ പിന്നെ ശ്രദ്ധയില്ലാത്ത രൂപത്തിലാണ് അസ്ഹറിൻ്റെ നേരിട്ട് അസ്ഹർ അങ്ങനെ ആവണമെന്ന് അസ്ഹർ നിർബന്ധമുണ്ടെന്നല്ല പറഞ്ഞു വന്നത്. മറിച്ച് ഇപ്പം അവിടെ പിന്നെ ശൈലി അതാണ്. അസ്ഹർ ഉസ്താദ്മാർക്ക് ഇത് അങ്ങനെ തന്നെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അത് അങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. അതിനെ തിരിച്ചു കൊണ്ടുപോകൽ പ്രയാസമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഫിഖുൽ മുഖാറനയൊക്കെ. ഫിഖുൽ മുഖാറന എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഖുൽ മുഖാറന ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അതായത് വ്യത്യസ്ത മദ്ഹബുകളുടെ അഭിപ്രായം പറയുകയും നമ്മുടെ മദ്ഹബിൻ്റെ കൂവത്ത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ മറ്റു മദ്ഹബിലെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി വെക്കുക അനിവാര്യതയ്ക്ക് വേണ്ടിയൊക്കെ. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെല്ലാ അക്വാലുകളെയും പറയും. ഈവൻ മദാഹിബുൽ അർബയ്ക്ക് അപ്പുറത്തുള്ള അഭിപ്രായങ്ങളെ കൂടെ കൊണ്ടുവരും. എന്നിട്ട് അതിൽ നിന്ന് ഒന്നിനെ നമ്മൾ അതിൻ്റെ അതിലത്തൊക്കെ പഠിച്ചെടുത്തിട്ട് നമ്മളൊന്നിനെ തെർജിഹാക്കുന്ന രീതി, ഇത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഇത് യഥാർത്ഥത്തിൽ ഈ പുരോഗമനവാദക്കാർ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി, പാരമ്പര്യ സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് പൂർണ്ണമായിട്ടും നസറിൽ നിന്ന് പോയിട്ടില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നോട് തന്നെ പലപ്പോഴും ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾ, ഞങ്ങൾക്ക് അസറിൽ വരാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യം, നിങ്ങൾ നാട്ടിലെ പഠനം പൂർത്തിയാക്കിയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ അസ്ഹറിലേക്ക് വരുന്ന വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ പഠനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ അസ്ഹറിലേക്ക് വന്ന് അസ്ഹറിലെ അല്ലെങ്കിൽ ഈജിപ്തിലെ ഒരു സംവിധാനത്തോട് ചേർന്ന് പഠിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായി ഒരു പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഏതാണ് ശരി, ഏതാണ് ഏറ്റവും നല്ല ശരി എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ അവൻ പിന്നെ ആ രൂപത്തിലാണ് വളരുക. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഏറ്റവും അഫ്ദലായ വഴി എന്തായാലും ആവില്ല. സോ അത് ഇസ്ലാമിൻ്റെ ഒരു തകർച്ച കൂടെയാണ്. ഏറ്റവും അഫ്ദലായ ഇൽമിയായ വഴി നഷ്ടപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള പൊതുവെ നമ്മൾ തന്നെ സംസാരിച്ച് വരുന്നൊരു, നമ്മളിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, കേരളത്തിലുള്ള ദർസി സിസ്റ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഫിഖ് തഖസ്സുസ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാ ഇൽമുകൾ പഠിക്കുമ്പോഴും ഷാഫി ഫിഖിൽ തഖസ്സുസ് ചെയ്യുന്ന രൂപത്തിലാണല്ലോ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടുപോയാൽ ഒരു പക്ഷേ ഈ മദ്ഹബുകളൊക്കെ തള്ളുന്ന രൂപത്തിൽ ചെറുപ്രായത്തിൽ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുള്ളത് നമ്മുടെ ഉലമാ കാണിച്ചു തന്ന രീതി തന്നെയാണ് അവിടുത്തെ ഉലമാ പോലും പിന്നെ ഇഷ്ടപ്പെടുന്നത്. ഇന്നും പിന്നെ തമക്കിനുള്ള നല്ല പിടുത്തമുള്ള ഉസ്താദ്മാർ പറയുന്നത് അത് തന്നെയാണ്. അവർക്കും അങ്ങനെയാണ് താല്പര്യം. അത് നമുക്ക് ഇതിൻ്റെ തുടർച്ചയിൽ സംസാരിക്കാൻ തോന്നും. നമ്മുടെ ഉലമാൻ്റെ ഈ മൻഹജിൻ്റെ പ്രത്യേകത, അതിനെ ലോകം എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് എന്ന്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഈ ചെറിയ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ വരിക എന്നുള്ളതൊരു പ്രയാസം ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ഇനി ആരാണ് വരേണ്ടതെന്ന് വെച്ചാൽ, നന്നായിട്ട് ഇവിടുത്തെ ഒരു പിന്നെ പഠനം അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തുക, പഠനം എൻഡിലേക്ക് എത്തുക എന്നുള്ളത് ഒരു എന്താ പറയുക ഭിന്നിസ്ബയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു കോളേജിൽ നിന്ന് ഫാരിഗായി കഴിഞ്ഞാൽ പിന്നെ അവനിതിനെക്കുറിച്ച് പിന്നെ ഒരു തുടർ പഠനം നടത്തണം താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അസ്ഹർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ഈ എല്ലാവരും ഭൗതിക വിഷയങ്ങളിൽ ഡിഗ്രിയും PGയും PhD എടുത്ത് പോകണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നല്ല, നമ്മുടെ സമൂഹത്തിൽ ഈ ഹദീസിനെ നന്നായി ആയത്തിലിറങ്ങി പഠിക്കുന്ന, ഫിഖ്ഹിനെ നന്നായി ആയത്തിലിറങ്ങി പഠിക്കുന്ന, തഫ്സീറിനെ നന്നായി ആയത്തിലിറങ്ങി പഠിക്കുന്ന, ബലാഗത്തിനെ, എല്ലാ ഫന്നുകളെയും പഠിക്കുന്നവർ വേണമല്ലോ. അതുതന്നെയാണല്ലോ നമ്മുടെ പൂർവിക ഉലമാ കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ എന്തായാലും ഒരു 7 വർഷം അല്ലെങ്കിൽ 9 വർഷം 10 വർഷമൊക്കെയാണ് ഏറിപ്പോയുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുള്ള, അതുതന്നെ ഒരു കോളേജ് സംവിധാനം, ഒരു ഔദ്യോഗിക പിന്നെ അംഗീകൃത സംവിധാനത്തിലൂടെ PGയും PhD ഒക്കെ എടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് അസ്ഹർ. ഞാൻ മറ്റുള്ള രാജ്യങ്ങളെ കൂടെ നേരത്തെ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒന്നും കിട്ടാത്തത് അസ്ഹറിലുണ്ട് താനും. അവിടെ ഒന്നും കിട്ടാത്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തുർക്കിയിൽ പോയാൽ തുർക്കിയിൽ നല്ല PGയും PhD ഒക്കെ ഉണ്ട്, ശരി തന്നെയാണ്.
പക്ഷെ ഞാൻ അന്വേഷിച്ചിടത്തോളം അറിയാൻ കഴിഞ്ഞത് അറബി മീഡിയ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ വളരെ കുറവാണ് അവിടെ. അവിടെ ചെന്നാൽ നമ്മൾ പിന്നെ ഇജുബാരിയായിട്ട് അവരെ ഭാഷ പഠിച്ചിരിക്കണം. പിന്നെ ചില രാജ്യങ്ങളുടെ പ്രശ്നം വലിയ ഫീ ആണ്, വലിയ ഫീ വാങ്ങുന്നുണ്ട്. അപ്പോൾ അസറിൽ നേരത്തെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ വിട്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ ഫീ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ട്യൂഷൻ ഫീ ഇല്ല. അത് പലരും ഇത് കേട്ടിട്ട് അത്ഭുതപ്പെടാറുണ്ട്. അസറിൽ പഠിക്കാൻ ഫീ ഇല്ല എന്ന് പറയുന്നത് അത് അവരുടെ ഒരു സംവിധാനം അങ്ങനെയാണ്. അവിടേക്ക് പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി ഈ വർഷം വന്നിട്ടുണ്ടെങ്കിൽ അവൻ കഴിവുള്ളവനാണ്, അവിടെ അഡ്മിഷൻ എടുക്കാൻ കഴിവുള്ളവനാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അവനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈവൻ നമ്മുടെ പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടാവും, ഒരു കോളേജിൽ നിശ്ചിത സീറ്റ് എണ്ണം ഉണ്ടാവും. ആ സീറ്റ് എണ്ണത്തെ അവരെന്ത് ചെയ്യും, തൽക്കാലം മാറ്റിവെക്കും കഴിവുള്ള വിദ്യാർത്ഥിക്ക് വേണ്ടി. അതാണ് അസറിൻ്റെ സംവിധാനം. അപ്പോൾ അത് മറ്റ് പല രാജ്യങ്ങളിലും ഫീ ആണ് പ്രധാനം. അപ്പോൾ മലേഷ്യയിലൊക്കെ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് അവിടുത്തെ ഫീ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അസ്ഹർ ആ വിഷയത്തിൽ നമുക്ക് ഒരു വിദ്യാർത്ഥി ഇവിടെ കഴിഞ്ഞാൽ ഓനക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ പി ജിക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയൊരു സംവിധാനം കൂടെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു മൻഹജിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചല്ലോ. അതെ അതെ, നമ്മുടെ മൻഹജ്, നമ്മുടെ ഉലമാ നമുക്ക് കാണിച്ചു തന്നെ. ഇപ്പോൾ ലോകത്ത് എവിടെയൊക്കെ വൈജ്ഞാനികമായ ഉണർവ് ഉണ്ട് എന്ന് സംസാരിച്ചാലും നമുക്ക് നമ്മുടെ ഉലമാ കേരളത്തിൽ കാണിച്ചു തന്നൊരു മാർഗ്ഗമുണ്ട്. എന്തായിരുന്നാലും അത് ഇവിടെയുള്ള സാധാരണക്കാരിലേക്ക് വരെ ഒരു ദീനി അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്ന ഒരു സംഭവം സാധാരണക്കാരിലേക്ക് വരെ എത്തിക്കുന്ന ഒരു സിസ്റ്റം, എഡ്യൂക്കേഷണൽ സിസ്റ്റം നമുക്കുണ്ട്. അതൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഇവിടെ ആ ഒരു ഓർഗനൈസിങ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയില്ല എന്നല്ല, കാണാൻ കഴിയുന്ന ഒരു പക്ഷേ അപൂർവമായിരിക്കും. അപ്പോൾ അത് ഇവിടുത്തെ ഒരു മാർഗ്ഗമാണ്. അതിനോടൊപ്പം അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാ വിശേഷ കേരളീയ പശ്ചാത്തലത്തിൽ ഷാഫിഈ മദ്ഹബിൽ നിന്നുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് ആ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പിന്നെ അവിടുത്തെ വിവരവും ഇവിടുത്തെ ഒരു സിസ്റ്റവും എന്നായിരിക്കും അതിൻ്റെ ഒരു മനോഹാരിത അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളെ ഫാറൂഖ് നൈമി ഉസ്താദ് ഈ അടുത്തവിടെ 1-2 വട്ടം വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളോട് സംസാരിച്ച്, നിങ്ങൾ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ അവിടെ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഉലമാഇൻ്റെ മൻഹജിനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും സൂക്ഷ്മമായ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ മുസ്ലിം സമൂഹം ഒരു ഇൽമിയായ സമൂഹം സ്വീകരിക്കേണ്ട വഴിയും നമ്മുടെ ഉലമാ സ്വീകരിച്ചു വന്ന രീതിയാണ്. അത് നമ്മുടെ ഉലമാ മാത്രം ഉണ്ടാക്കിയതല്ല നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ പണ്ഡിതന്മാർ സ്വീകരിച്ചു വന്ന രീതിയാണ്. ആ രീതി ഞങ്ങളുടെ നാട്ടിലും വരണമെന്ന് അവരും കൂടെ ആഗ്രഹിക്കുകയാണ്. അതിലൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പിന്നെ അബ്ദുൾ റഷീദ് ബാക്കവി ഉണ്ട്, തറയിട്ടാൽ ബാക്കവി ഉസ്താദിനെ കഴിഞ്ഞ വർഷം ഈജിപ്തിലെ അസ്ഹരികളായ ഉലമാ അവിടേക്ക് ക്ലാസ് എടുക്കാൻ കൊണ്ടുവന്നു. അസ്ഹർ യൂണിവേഴ്സിറ്റിയിലല്ല, അസ്ഹറിൻ്റെ പുറത്തുള്ള ഒരുപാട് സഹായികളുണ്ട്, അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവരെവിടെ നിന്നാണ് ഇത് കേട്ടത്? ഉസ്താദ് സൗദിയിൽ ആണ് ക്ലാസ് എടുക്കുന്നത്, അവിടുത്തെ നാട്ടുകാർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കേട്ടറിഞ്ഞിട്ട് കൊണ്ടുവന്ന ഉസ്താദിൻ്റെ പ്രത്യേകത എന്താ? ഉസ്താദ് ഒരുപാട് മോഡേൺ അറബിയുടെ പിന്നെ പദപ്രയോഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളൊന്നുമല്ല. ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പോയിരുന്നവർക്കറിയാം, നമ്മുടെ ഉസ്താദുമാർ ഹല്ലയിക്കല്ലോ, ഓരോ മുബുത്തയുടെ അർത്ഥം വെച്ച്, ഖബറിന് അർത്ഥം വെച്ച്, ഇലാഫത്തിന് അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, അതാകുന്നത് എന്ന് പറഞ്ഞു പോകുന്ന രീതി, അതുപോലെ അറബിയിൽ അർത്ഥം വെക്കും. ഓരോ പദാനുപദമായി അർത്ഥം വെച്ച് താലൂക്ക് പറയേണ്ടത് പറഞ്ഞ് അതിനിടയിൽ എല്ലാ ചർച്ചകളും കൊണ്ടുവരുന്ന രീതിയാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു അറബി പിന്നെ രാജ്യത്ത് ജനിച്ച ആളൊന്നുമല്ല, എന്നിട്ട് പോലും അതിനെ സ്വീകരിക്കാൻ ആളുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് അവർ ഉസ്താദിനെ സ്വീകരിക്കാനുള്ള പ്രധാന കാരണം? അവർ ഉസ്താദിൽ നിന്ന് കണ്ട ഒരു പ്രധാന ഗുണം, പൂർവികരായ ഉലമാവ് പഠിക്കുന്ന പോലെ ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫിഖ് പറയുമ്പോൾ ഫിഖ് മാത്രമല്ല, എല്ലാ ഫന്നും അതിനകത്തു കൂടെ വരും ചെയ്യും. അത് അനിവാര്യതയാണല്ലോ, അത് വേണമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഉലമാഇൻ്റെ മൻഹജ് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ചില ആളുകൾ ഇവിടെ പറയുന്നത് നമ്മളൊക്കെ ലോകം തിരിയാത്തവരാണ്, നമ്മൾ ലോകം തിരിയുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം, അവരെപ്പോലെ വിശാലമാകണമെന്ന് ചിലർ പറയാൻ ശ്രമിക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഞങ്ങളോടൊരിക്കൽ അവിടുത്തെ ഒരു യമനിലെ തന്നെ ഒരു ഉസ്താദ്, നമുക്കവിടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഉമർ ഹഫീൽ തങ്ങളുടെ അടുത്ത് ഓതി പഠിച്ച വ്യക്തിയാണ്, ഒരുപാട് കാലം ഓതി പഠിച്ചിട്ടുണ്ട്. ഞാനവിടെ താമസിച്ചിരുന്നത് അസറിൽ ഹോസ്റ്റൽ സംവിധാനമുണ്ട്.
അസറിൻ്റെ ഔദ്യോഗിക ഹോസ്റ്റലുണ്ട്. അവിടേക്ക് കയറാൻ നമ്മൾ പ്രത്യേകമായിട്ട് അവിടെ എന്തുണ്ട്, അതിനെ പ്രത്യേക ഇജ്റാഅത്തുണ്ട്, പിന്നെ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട് അത് കയറണം. പക്ഷെ ഞാൻ ആലോചിച്ചത് അവിടെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് വിട്ട സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫീൽ ചെയ്തൊരു സംഗതി, നമുക്ക് ടെൻഷൻ അടിച്ചൊരു കാര്യം, ഈ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സ്വന്തം റൂമിലാണല്ലോ. അപ്പോൾ ഈ 5 വക്ത് ജമാഅത്തൊക്കെ നമ്മൾ സ്വയം റൂമിൽ നിന്ന് പോകുന്നുള്ളതൊക്കെ റിസ്ക്കാണ്. സോ ഈ ഒരു സിസ്റ്റം നമ്മൾ ദർസിൽ നിന്നല്ല പോകുന്നത്, ഒരു മുദരിസായിരിക്കെ പോകുമ്പോൾ ഇതൊന്നും ഈ ചിട്ടയൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചു കിട്ടുമെന്നുള്ളതായിരുന്നു നമ്മൾ ആലോചന. അതിനിടക്കാണ് നമ്മുടെ മോളൊരു സ്വാലിഹ് നമുക്ക് താമസിക്കുന്ന ഒരു ഹോസ്റ്റലുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ആ ഹോസ്റ്റലിൻ്റെ പ്രത്യേകത, നമ്മുടെ നാട്ടിൽ ദർസിനെ പോലെയാണ് അവിടെ ആ ഹോസ്റ്റലിൽ. നമ്മളവിടെ ഒരു വിദ്യാർത്ഥി മുതാലിമായി ജീവിക്കുക. അപ്പോൾ അവിടെ എല്ലാ 5 വക്ത് ജമാഅത്തിന് ഒരാൾ ഒരു റക്കഅത്ത് പോലും പിന്താൻ പറ്റില്ല, നിർബന്ധമാണ്. അവിടെ ഉണ്ടോ ജമാഅത്തിന് ആദ്യ തക്ബീറിലെത്തിയിരിക്കണം, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ യമനിലെ ഖുലാസ അവിടെ വെച്ചിട്ടുള്ള അദ്കാറുണ്ടല്ലോ, രാവിലെയും എല്ലാ നിസ്കാരത്തിന് ശേഷവും രാത്രിയും പിന്നെ മഗ്‌രിബിനും ഇശാന് ശേഷവും സുബീൻ്റെ മുമ്പും സുബീന് ശേഷമൊക്കെ ഉള്ള ആ അദ്കാർ കൃത്യമായിട്ട് യമനിലെ പാരായണം പോലെ അവിടെ നടക്കും. കാരണം പിന്നെ ഈ ഹോസ്റ്റല് അസ്ഹർ ഔദ്യോഗികമായി നടത്തുന്നതല്ല, പക്ഷെ അസ്ഹറിലെ ഉസ്താദുമാർ നടത്തുന്ന, അതിൻ്റെ മെയിനുള്ള ആൾ ഇപ്പോഴത്തെ പിന്നെ ഞാനുള്ള സമയത്ത് അവിടുത്തെ കുല്ലിയ ദഅവയുടെ പ്രിൻസിപ്പളാണ്. അതുപോലെ അവിടുത്തെ ഉസ്താദുമാരൊക്കെയാണ് അവിടെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അവിടെ വേറെ ഞങ്ങൾക്ക് മുഷരിഫുമാരായിട്ട് ഉസ്താദുമാരുണ്ടാവുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു മുഷരിഫായിരുന്ന ഉസ്താദായ, യമനിലെ സിസ്റ്റം ഇവിടെ നടപ്പിലാവണമെന്നുള്ളതുകൊണ്ട് യമനിൽ പഠിച്ച ഒരു ബംഗ്ലാദേശ് അസ്ലി ബംഗ്ലാദേശിയാണ്, ഇപ്പോൾ ബ്രിട്ടനിൽ താമസിക്കുന്ന ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദ് അവിടെ ഞങ്ങൾക്ക് മുഷരിഫായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മലബാരികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മളെപ്പോലെ ഒരു സംവിധാനത്തിലൂടെ വളർന്ന ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉസ്താദന്മാരോട് പെരുമാറാനൊന്നും മറ്റുള്ള കുട്ടികൾക്ക് അറിയില്ല. ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് തന്ന വസീയത്ത് എന്തെന്ന് വെച്ചാൽ, മലയാളികൾ ഞങ്ങൾ 3-4 പേരുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഉലമാവിനെ തന്നെ ഫോളോ ചെയ്യണം, ഒരിക്കലും ആ സംവിധാനം നിങ്ങൾ വിടരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈജിപ്തിൽ വന്നാൽ ഈജിപ്തിലെ ഉലമാവിനെ ഫോളോ ചെയ്തോളൂ എന്നല്ല, അല്ലെങ്കിൽ യമനിലെ അല്ലെങ്കിൽ വേറെ എവിടെയും ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉലമ എന്താണോ കാണിച്ചു തന്നത്, എന്താണോ നിങ്ങൾക്ക് അദ്കാർ പഠിപ്പിച്ചെന്നത്, എന്താണോ കിതാബിൽ പഠിപ്പിച്ചെന്നത്, അപ്പോൾ കിതാബിൽ പഠിപ്പിച്ചത് അത് തന്നെ ചെയ്യുക. അവർ കാണിച്ചെന്ന അദ്കാറും വലായിഫും മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെ അർത്ഥം വിർദുൽ ലത്തീഫ് വേണ്ടെന്നല്ല, വിർദുൽ ലത്തീഫും അതൊക്കെ നമ്മൾ ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് തന്നെ നിങ്ങൾ തമസ്സുക്ക് ചെയ്തോളൂ, അതിലാണ് നിങ്ങൾക്ക് ഹൈർ എന്ന് അവർ തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ ലോകത്തെ എല്ലാവരും തന്നെ പറയുന്നത്. ഇതുപോലെ ആഫ്രിക്കൻ, ഇപ്പം ഒരു യമനിൽ പഠിച്ച ഒരാൾ പറഞ്ഞു, ആഫ്രിക്കൻ പണ്ഡിതനുണ്ട്, ഞങ്ങൾ സ്ഥിരമായിട്ട് ഹദീസ് ഓതാൻ പോകും. നമ്മളെ അഗത്തി ഉസ്താദ് ഒക്കെ മരിച്ച സമയത്ത് പിന്നെ ഉസ്താദിന് വേണ്ടിയൊക്കെ ദുആ ചെയ്തിരുന്ന ഒരു വലിയ പണ്ഡിതനുണ്ട്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇതുപോലെ നമ്മളോട് മലയാളികളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഷാഫി മദ്ഹബിനെ തമസ്സുക്ക് ചെയ്യുന്ന ആളുകൾ വളരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അതിൽ പിന്നെ അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ വന്നിട്ടുണ്ട്, അതിൽ നിങ്ങളെ കഴിഞ്ഞിട്ടേ ആരുള്ളൂ. അത് ഈ അടുത്തൊരു സ്റ്റഡി വന്നിട്ടുണ്ടല്ലോ ഷാഫി മദ്ഹബിനെ കുറിച്ചൊരു പഠനം വന്നപ്പോൾ നന്നായി തമസ്സുക്ക് ചെയ്യുന്നവര് ഒന്ന് ദാഗസ്ഥാനും മലബാറുമാണ്. സോ ഈ മലബാറിനെ അത് യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബ് പിന്നോട്ട് പോയി എന്നാണ് അതിനർത്ഥം. ഷാഫി മദ്ഹബ് മുന്നോട്ട് പോയി എന്നല്ല, ഷാഫി മദ്ഹബിൻ്റെ ഒരു അപജയാണ് കാണിക്കുന്നത്. കാരണം അത്രയും കുറഞ്ഞ ആളുകളെ ഇപ്പോൾ തമസ്സുക്ക് ചെയ്യുന്നുള്ളൂ. അത് ഷാഫി മദ്ഹബിൻ്റെ മാത്രം പ്രത്യേകത അല്ല കേട്ടോ, എല്ലാ മദ്ഹബിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ആളുകൾക്ക് അതിൽ ഉള്ള വൈജ്ഞാനിക നിലവാരം ബാക്കോട്ട് പോയ സ്വാഭാവികമായിട്ടും അതിൽ തസാഹുല് വന്നു. അപ്പോൾ ഷാഫി മദ്ഹബിന് ഇങ്ങനെ തമസ്സുക്ക് ചെയ്യുന്നതിനെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്, നിങ്ങളത് തന്നെ ഫോളോ ചെയ്യണം എന്നാണ് ഉലമാവ് പറയുന്നത്. അത് പിന്നെ ഈ അടുത്ത് ദാഗസ്ഥാനിൽ നമ്മളെ തുഫയൊക്കെ തഹ്കീഖ് ചെയ്തിട്ടുള്ള അൻവർ ഷെയ്ഖി, അദ്ദേഹം മർക്കസിലും കേരളത്തിലും എല്ലായിടത്തും ഇവിടെയൊക്കെ വന്നല്ലോ, മാദിലിൽ വന്നു, എല്ലായിടത്തും വന്ന് നന്നായിട്ട് കണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹം അജബായി പോയി ഈ സംവിധാനം കണ്ടിട്ട്. എന്നിട്ട് അദ്ദേഹം എഴുതിയത് എന്തായിരുന്നു ഫേസ്ബുക്കിൽ, ഞാൻ ഇതുപോലെയുള്ള സംവിധാനം ഇനി എൻ്റെ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് എഴുതി. അതോടൊപ്പം അവിടെ ക്ലാസ് എടുത്തിരുന്നു. അവിടെ ചെന്ന ഉടനെ എൻ്റെ യാത്രാനുഭവങ്ങൾ അദ്ദേഹം ദീർഘമായി ക്ലാസ് എടുക്കുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി പറഞ്ഞത്, അവരുടെ മന്നേജ് എനിക്ക് അല്ലാണ്ട് ഇഷ്ടപ്പെട്ട് അത് നമ്മളിവിടെ നടപ്പിലാക്കുന്ന പറയുന്നു. സോ നമ്മെ കണ്ട് ഇങ്ങോട്ട് ആകർഷിക്കാൻ ജനങ്ങൾ, അപ്പോൾ നമ്മൾ ഇത് വിടാൻ ശ്രമിക്കുന്നത് തീരെ ശരിയല്ലല്ലോ. അപ്പോൾ എന്ന് മാത്രമല്ല, ഇത് ആഗ്രഹിച്ചു കൊണ്ടുവരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പോഴും എന്നോട് വരെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പിന്നെ മാക്കൂലാത്തുള്ള കിതാബ് ഒന്ന് ഓതി തരുമെന്ന് വെച്ചിട്ട് ഒരു മിസ്രി എന്നോട് ഒരുപാട് തവണ പിന്നാലെ കൂടിയിട്ടുണ്ട്. അത്
പിന്നെ ഒരു അനുഭവം മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മുസല്ലിം സുബൂത്ത് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പിന്നെ ഉസൂലിലും അതുപോലെ മാക്കൂലാത്തിലും അതുപോലെ നമ്മുടെ ഇൽമുൽ ഹൈയിലൊക്കെ ഉള്ള നമ്മുടെ ഉലമാൻ്റെ രീതി കണ്ടിട്ട് അത് ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് അത് ആഗ്രഹിച്ചുകൊണ്ട് പല ഉസ്താദന്മാരും പിന്നെ അവിടെ വന്നപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് സിയാറത്തിന് വന്ന ആളുകളുടെ അടുത്ത് നിന്നൊക്കെ ഓതിയെടുക്കുന്ന മിസ്രികളുന്നുണ്ട്. സോ നമ്മളായി നിന്നാൽ നമുക്ക് ലോകത്തോളം വളരാനുള്ള, ലോകം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ ഈ മനഹജ് മീൻസ് പൂർവിക ഉലമാഇൻ്റെ മനഹജിനെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാനും ഈ ട്രഡീഷനെ ലോകത്തോളം വളർത്താനും കഴിയും. എല്ലായിടത്തും ഒരുപാട് അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ തമസ്സുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തമസ്സുക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ മനഹജ് സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ട്. ഇന്തോനേഷ്യയിലെ സ്റ്റുഡൻസൊക്കെ നന്നായി ഫത്വൽ മുഈൻ ഓതുന്നവരാണ്. പക്ഷെ അവർക്ക് അവരുടെ മനഹജ് പിഴപ്പിക്കാൻ പലപ്പോഴും അവിടെ നാട്ടിൽ ഇടപെട്ട ചില ശക്തികളുണ്ട്. അതുകൊണ്ട് അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഫത്വൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ നന്നായി ഓതുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ തമസ്സുക്ക് ചെയ്യണമെന്ന് പോലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോയി. ഇപ്പോൾ ഈജിപ്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നൊരു വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇൽമിയായ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അതെ അതെ അതെ. ആ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ പിന്നെ ഒരു പുസ്തകം പറഞ്ഞല്ലോ, മരണമില്ലാത്തവരുടെ നാട്ടിൽ. ഈ പുസ്തകത്തിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു ഘടകം അതായിരുന്നു. നമ്മുടെ പിന്നെ വല്യുസ്താദിൻ്റെ മകൻ പിന്നെ നമ്മൾ മുത്തുതങ്ങളെ അടക്കമുള്ള സംഘം അവരിങ്ങനെ പിന്നെ അന്ന് അവിടെ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അവരെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരു മദ്രസയിൽ നിന്ന് മറ്റൊരു മദ്രസയിലേക്ക് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പുസ്തകം വായിച്ചപ്പോൾ ആലോചിച്ചിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അസ്ഹർ യൂണിവേഴ്സിറ്റിയും അസ്ഹർ പള്ളിയും അവിടെ ഉണ്ട്. അതിന് പുറമെ ധാരാളം പഠന സംവിധാനങ്ങൾ അവിടെയുണ്ട്, മദ്രസകളുണ്ട്. അത് നമ്മെ കണ്ടിട്ടുണ്ടാക്കിയതാണ്. നേരത്തെ പറഞ്ഞ വാഫിദീങ്ങളായ സ്റ്റുഡൻസ് ഏകദേശം ഒരു 10-50,000 സ്റ്റുഡൻസിലധികം ഉണ്ടാകും അവിടെ. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്നവർ 100ഓളം രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് അവിടെ ഉണ്ടെന്നാണ് കണക്ക്. സോ അവരെ മാത്രം ഉദ്ദേശിച്ച്, അവരെ മാത്രമല്ല മിസ്രികളും വരും. ധാരാളം മദ്രസകൾ സദാസമയം ഓപ്പണായിരിക്കുന്ന, എല്ലാ ഫന്നിലും ക്ലാസ്സുകൾ നടത്തുന്ന ഓരോരുത്തരും തഖസുസായിരിക്കും. ചിലയിടത്ത് ഫിഖ് ആയിരിക്കും, ചിലയിടത്ത്. നമുക്ക് ഓരോരുത്തർക്കും ഒപ്റ്റ് ചെയ്യാനുള്ള ഇഖ്തിയാർ പിന്നെ ഉണ്ടവിടെ, സാധ്യതകളുമുണ്ട്, പഠിക്കാനുള്ള ഓപ്ഷൻസും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിവിടെ പഠിച്ചതിൻ്റെ ഒരു തുടർ പഠനമാണ് അവിടെ, അല്ലെങ്കിൽ ഒരു ഫിനിഷിങ്. നമ്മളിപ്പോൾ ചില ആളുകൾക്ക് ഫിഖ്ഹിൽ നന്നായി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ തഫ്സീറിൽ, ഹദീസിൽ. അപ്പോൾ അതിലൊക്കെ നന്നായി കിതാബ് ഓതുന്ന ക്ലാസ്സുകൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇല്ല വെച്ചാൽ ഇവിടെ നാട്ടിലുണ്ട്. പക്ഷെ അവിടെ ഉള്ള ഒരു സംവിധാനം വെച്ചാൽ അവിടുത്തെ ഒരു ജൗവ് അതിനെ നമ്മളെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ്. സദാസമയം ഇങ്ങനെ കിതാബിലോ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ ആരാണ് പിന്നെ മോട്ടിവേറ്റഡ് ആകാതിരിക്കുക? അതിൽ പെട്ട എന്നെ ആകർഷിച്ചൊരു ഉദാഹരണമാണ്, ഞങ്ങളിങ്ങനെ ഈ പിന്നെ മത്തിന് പഠിക്കുന്നതിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. തങ്ങൾ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, എല്ലാ രാജ്യത്തും മത്തിന് ഹിഫ്ലാക്കും, കിതാബ് ഹിഫ്ലാക്കുന്ന രീതിയുണ്ട്, നമുക്കതില്ലാന്ന്. അത് അവിടെ എത്തിയപ്പോൾ നമ്മളിങ്ങനെ കണ്ണിൽ നേരിട്ടിങ്ങനെ കാണുകയാണ്. ചെന്ന ദിവസം മുതൽ തന്നെ കാണാം. ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ച് ബസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി, ഒരു ആഫ്രിക്കക്കാരൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തുണ്ട്, അവൻ ഹിഫ്ലാക്കുന്ന അവിടെ മത്തിനുകൾ മാത്രം ചെറിയ ചെറിയ കിതാബായിട്ടെല്ലാം അടിച്ചിറക്കിയിട്ടുണ്ടാവും. അൽഫിയത്തുൽ ഇറാഖി, പിന്നെ നമ്മുടെ ഉസൂൽ ഫിഖ്, അതുപോലെ തന്നെ ഇൽമുൽ ഹദീസ്, അതുപോലെ തന്നെ ഫിഖ്ഹിലുള്ള ചെറിയ മത്തിനുകൾ, എല്ലാ ഫന്നിലുള്ള ചെറിയ മത്തിനുകൾ മാത്രം വേറെ വേറെ എന്തായിട്ടുണ്ടാവും. ഖരീദത്തുൽ ബഹിയ അഖീദയിൽ, അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ എല്ലാം ചെറിയ ചെറിയ കിതാബുകളൊക്കെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു വരുത്തം വരുന്നുണ്ട്. ഒരു കിതാബ് പിടിച്ചിട്ടുണ്ട്, ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവൻ ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ബസ് നല്ല റഷാണ്, തിരക്കിട്ട സമയമാണ്. അപ്പോൾ അവന് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ അവനെ എവിടെ ഇരിക്കും? ഞാനിങ്ങനെ അവന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബസ്സിലെ പാസേജ് ഉണ്ടാവുമല്ലോ, നിൽക്കുന്ന സ്ഥലം, അവിടെ ഇങ്ങോട്ട് ഇരുന്നു. അവന് പടിഞ്ഞിരുന്നു. അവൻ ചുറ്റുഭാഗം ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഈ കിതാബിലുള്ളത്. അവൻ അവിടെ ഇരുന്നിട്ട് അവൻ ഇങ്ങനെ പഠിക്കുക. നമ്മൾ പള്ളിയിലിരുന്ന് ഓതി പഠിക്കും പോലെ അവൻ ആ മത്തിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആരും ഒന്നും കാണുമെന്നോ അങ്ങനെയുള്ള ഒരു ബേജാറും ഇല്ല. കാരണം അതൊരു സുഖമാണ്. അതൊരു പിന്നെ നാട് വിടുക എന്നുള്ളതിൻ്റെ ഒരു സുഖം കൂടെയാണത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ട, ആരും പേടിക്കേണ്ട, ബേജാറാവേണ്ട, എന്തില്ല, ലജ്ജ എന്നുള്ള സാധനം വിഷയത്തിൽ സ്ഥിര സ്വഭാവമാണ്. അത് ഞാൻ പിന്നെ
വ്യത്യസ്തമായ സമയങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരു റമദാനിൽ ഇതുപോലെ നമ്മൾ ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും നഫീസബീൻ്റെ അടുത്തേക്ക് പോകുന്നൊരു ജംഗ്ഷൻ ഉണ്ട്. സയ്യിദ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറോട്ടെടുക്കുന്ന, സുയ്യിത്ത് ഇമാമ് മറോട്ടെടുക്കുന്ന അവിടെ തന്നെ ഒരു ജംഗ്ഷനാണ്. അവിടെ പാലത്തിൻ്റെ ചോട്ടിൽ ഒരു കാക്ക ഇരിക്കുന്ന നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അയാൾ പിന്നെ യാചിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല, കച്ചവടം നടത്താമെന്ന് പറയാം. അദ്ദേഹം ചെറിയ കുറച്ച് ടിഷ്യൂസൊക്കെ വിൽക്കാൻ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് പൈസ കിട്ടണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾ അത് യാചിക്കുന്നില്ല. മറിച്ച് അയാൾ അവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അയാളുടെ പണി എന്താണെന്നറിയോ? അയാളും ഖുർആനും അത് കച്ചവടക്കാരനാണ്. അയാൾക്ക് ഇത് ആരെങ്കിലും വാങ്ങണം, ആരെങ്കിലും വിളിച്ചു വരുത്തി കൊടുക്കണം എന്ന് പോലും ആഗ്രഹമില്ല. അല്ലെങ്കിൽ അതല്ല അദ്ദേഹത്തിൻ്റെ ചിന്ത. അദ്ദേഹം ഖുർആനിലാണ്. ഖുർആൻ പിടിച്ചിട്ട് നല്ല പച്ച വെയിലത്താണ് ഇത് ചെയ്യുന്നത്, ഇരുന്ന് ഖുർആൻ ഓതുന്നു. നമ്മളിത് എങ്ങനെയെങ്കിലും റൂമിലേക്ക് പോയിട്ടൊന്ന് വിശ്രമിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന മനുഷ്യനാണ് ഇത് കാണുന്നത്. സമാനമായി പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒരേപോലെ, ചെറുപ്പക്കാരായ കുല്ലിയ തിജാറയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ഫയലിനകത്ത് ഖുർആൻ ഉണ്ടാകും, കയ്യിൽ തസ്ബീഹ് ഉണ്ടാകും. പക്ക നമ്മൾ ഈ ന്യൂജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ. ഇതാണ് ഒരു പിന്നെ ചെറിയ വിദ്യാർത്ഥികളുടെ രീതി പോലും. സോ അത് നമുക്ക് നൽകുന്നൊരു മോട്ടിവേഷൻ ചെറുതൊന്നുമല്ല. അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം. നമുക്ക് പുതിയ സാധ്യതകൾ ഇപ്പോൾ അസറിൽ നിന്നുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക ലോകത്തുള്ള നമുക്കുള്ള സാധ്യതകൾ അസറിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളം? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരുപാട് രാജ്യങ്ങളായിട്ടുള്ള കണക്ഷൻ കിട്ടുകയാണ് നമുക്ക്. അവിടെ അസറിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് അധിക രാജ്യങ്ങളിലെയും പിന്നെ അവിടുത്തെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് എല്ലാ രാജ്യത്തും വലിയ പിന്നെ വിലയാണ്. സോ അവരായിരിക്കും അവിടുത്തെ നെക്സ്റ്റ് ലീഡേഴ്സ്. സോ അവരായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോലി സാധ്യതകളുണ്ട്, ദഅവത്തിൻ്റെ വലിയ സാധ്യതകളുണ്ട്. സോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട നേട്ടം. പിന്നെ അതോടുകൂടെ ഈ ഇന്നത്തെ ഒരു പിന്നെ ഇസ്ലാമിക് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു മഹത്തുൽ ഉലമാ അല്ലെങ്കിൽ മഹത്തുൽ ഇൽമ് എന്ന് വേണമെങ്കിൽ, ഇൽമിൻ്റെ ആളുകളൊക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലമായിട്ട് അസറിനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാറല് ജനുവരി 24 മുതലാണ് സാധാരണ എല്ലാ കൊല്ലം ഉണ്ടാവുക, ഫെബ്രുവരി 5 വരെ. അത് ആ കാലത്ത് ഒരുപാട് ഉലമ അവിടെ വരും. ആ സമയത്ത് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും കിട്ടും, ഒരുപാട് ആൾക്കാർ. കാരണം അവരൊക്കെ വരുമ്പോൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടും. അതുപോലെ ഇപ്പോൾ ഉമറഫീൽ തങ്ങൾ പോലും കണക്ഷനായിട്ട് വരാറുള്ളത് കൈറോവയാണ്. അതവർ കൈറോവയാണ് അവർക്ക് കിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. സോ അതുപോലെ ഒരുപാട് ഉലമ അവിടെ വരുന്നു. അതുകൊണ്ട് കിട്ടുന്നൊരു നേട്ടമാണ്. പിന്നെ അതോടുകൂടെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഔലിയാക്കളുടെ ഒരു മഹത്വം തന്നെയാണല്ലോ. അവിടെ അസറിൻ്റെ പരിസരത്ത് തന്നെയാണ് മഹല്ലി ഇമാമും റംലി ഇമാമും ഷാറാനി ഇമാമും അലിയുൽ ഖവാസ് തങ്ങളും അതുപോലെ തന്നെ സുയൂത്തി ഇമാമും ഷാഫി ഇമാമും ദർദീരി ഇമാമും എല്ലാവരും അസറിൻ്റെ നേരെ പരിസരത്ത് കണ്ടുങ്ങ. ഓരോ സൈഡിലാണ്. ഒരു ഭാഗത്ത് നഫീസ് അബി, മറ്റു ഭാഗത്ത് ഷാഫി ഇമാമ്, ഒരു ഭാഗത്ത് മഹല്ലി ഇമാമ്, പിന്നെ സുൽത്താൻ ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങൾ, സക്കരിയ അൻസാരി തങ്ങൾ, ഇബ്നു അജൽ അസ്കലാനി തങ്ങൾ, പിന്നെ ഇബ്നു തായില സിക്കന്ദർ തങ്ങൾ, എല്ലാവരും ആ പ്രദേശത്തെ പറ്റി തന്നെ പിന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും ഔലിയാക്കൾ മറവിട്ടെടുക്കുന്ന പ്രദേശം. സോ അത് നമുക്ക് നൽകുന്ന ഒരു ആത്മീയമായ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് വല്ലാത്ത തന്നെ. ഇത് നമ്മൾ അവസാനമായി പിന്നെ ഇങ്ങനെയൊക്കെ അസറാണെങ്കിൽ പോലും ഒരുപാട് ലോകത്തുനിന്ന് കുറേ നാടുകളിൽ നിന്ന് കുറേ ഗവേഷകർ അസറിലേക്കൊരു പക്ഷേ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ മറുപടി വരുന്നുണ്ട്. എന്നാലും ധാരാളം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്. എന്നാലും അവിടെ അവർ നൽകുന്ന സപ്പോർട്ട് അനുസരിച്ചുള്ള ആളുകൾ ചിലപ്പോൾ എത്തുന്നില്ല എന്ന് പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായി എത്താവുന്നതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ നാട്ടിലും ഉലമാ പിന്നെ അവിടുത്തേതായ സംവിധാനങ്ങൾ സംവിധാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരിക എന്നുള്ളത് ഈ സാമ്പത്തികമായ പ്രതിസന്ധി തന്നെ ആയിരിക്കണം കൂടുതൽ ആളുകളെയും അകറ്റുന്നൊരു ഘടകം. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെയും ഫണ്ടില്ല എന്നുള്ളതാണ്. അതൊരു സ്കോളർഷിപ്പ്, വലിയ സ്കോളർഷിപ്പ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ പ്രയാസം സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു മുത്താലിമായി ഇനിയും ആസ്വദിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു പ്രയാസമാവെന്ന് തോന്നുന്നില്ല. അസറിൽ വന്നവരൊക്കെ അസറിനെ ആസ്വദിച്ചിട്ടേ ഉള്ളൂ. അസറിനെ മിസ്റിനെ മൊത്തത്തിൽ ആസ്വദിക്കുകയും തിരിച്ചു പോകാൻ മനസ്സില്ലാതെ അവിടെ 2 മാസത്തിനൊന്ന് 6 മാസത്തോളം നിന്ന ഉസ്താദുമാർ വരെയുണ്ട്. സിയാറത്തിന് വരികയും 6 മാസത്തോളം അവിടെ ആസ്വദിച്ച് സബുക്കുകൾക്ക്, പിന്നെ വലിയ പ്രായമായ ഉസ്താദുമാർ എന്ത് ചെയ്യുന്നു, ദിവസവും രാവിലെ ആയ സബുക്കുകൾക്ക് പോകുന്നു വൈകുന്നേരം വരെ. അങ്ങനെ രാത്രിയും ഉറങ്ങുവോളം സബുക്കുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന മൂവത്തയുടെ ഒരു ക്ലാസ്സുണ്ട്. ആ മൂവത്തയുടെ ക്ലാസ് തുടങ്ങുന്നതന്നെ ഇപ്പോൾ രാത്രി 10 മണിക്കാണ് തുടങ്ങുക. 10 മണി 10:30 ആവും. ഇപ്പോൾ കുറച്ച് നേരത്തെ ആയിട്ടുണ്ടാവും.
ഇശാ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പ് വരെ 10 മണി സമയത്താണ് തുടങ്ങുക. എന്നിട്ട് ചിലപ്പോൾ 1 മണി 2 മണിവരെയൊക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതവിടെ ഒരു പ്രശ്നമല്ല. അത് അവിടുത്തെ അതുപോലെ തന്നെ ചില ദൗറകളുണ്ടാവും. ദൗറകളൊക്കെ പല ദൗറകളും രാവിലെ 8 to രാത്രി 11 മണി ആയിരിക്കും. അതിനിടയിൽ വേറെ ഗ്യാപ്പില്ല. ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടില്ല. ചെറിയ ഗ്യാപ്പേ അവർ എടുക്കുള്ളൂ. ഉസ്താദുമാരും അങ്ങനെ തന്നെ. അവർക്കും ഭൗതികമായ വേറെ ലക്ഷ്യമൊന്നുമില്ല. അവർ ഇതിനായിട്ട് മാത്രം ഇരിക്കുന്ന മനുഷ്യന്മാരാണ്. ഭൗതികമായിട്ട് കുറേ വിദ്യാഭ്യാസം ചിലപ്പോൾ അവർ നേടുന്നുണ്ടാവില്ല. ഉള്ളത് അവർ നല്ല ഉഷാറാക്കുകയും പഠിക്കുകയും അതിൽ നന്നായിട്ട് പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. പിന്നെ നമ്മുടെ ഉലമാൻ്റെ മനഹജിനെ പറ്റി പറഞ്ഞിടത്ത് കൂടെ ഒന്ന് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമ്മുടെ പിന്നെ നഈം ഉസ്താദ് പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ ഈ സംവിധാനം മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക എന്നുള്ള ആലോചനയിൽ നിന്ന് നമ്മുടെ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ, നമ്മളെ അസ്ഹറിൽ തന്നെ ഉള്ള ഒരു വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട്, മലൈബാരിയൻ എന്ന് പറയും, ഹൈഅത്തു ത്വലബത്തുൽ മലൈബാരിയൻ, അസ്ഹറിൽ പഠിക്കുന്ന മലയാളികൾ കൂട്ടായ്മയാണ്. അൽഹംദുലില്ലാഹ് അതിൻ്റെ കീഴിൽ ഒരുപാട് നദുവകൾ നടന്നു, ക്ലാസ്സുകൾ നടന്നു. ഇപ്പോൾ നമ്മൾ റുവാഖുൽ മലൈബാരിയൻ സ്ഥാപിച്ചു. അത് അസ്ഹർ പള്ളിയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ഒരു ചെറിയ ഒരു മദ്രസ പോലെ നമ്മൾ സ്ഥാപിച്ചു. അവിടെ അൽഹംദുലില്ലാഹ് നമ്മളെ ഉലമാൻ്റെ ക്ലാസ്സുകൾ നടത്തും, മറ്റുള്ള വിദ്യാർത്ഥികളെ കൂടെ ക്ഷണിക്കും. വിദേശികളായ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ കൂടെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ഉസ്താദന്മാരുടെ പിന്നെ നമുക്ക് നമ്മുടെ മനഹജിനോട് ചോദിച്ചു പോകുന്ന ഉസ്താദന്മാരെ കൂടെ പങ്കെടുപ്പിച്ച് നമ്മളോട് വലിയ താല്പര്യമുള്ള ഉസ്താദന്മാരുണ്ട്. ഏറ്റവും നല്ല സന്തോഷം ഉണ്ടായൊരു നിമിഷമായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ റബീഉൽ അവ്വലിൽ നമ്മുടെ ഹബീബ് അൽ ജിഫ്രി തങ്ങൾ, അവർ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അവരുടെ ഒരു സാഹ ഉള്ളത്. അവരവിടെ ക്ലാസ്സിലാണുള്ളത്. ഞങ്ങൾ ഹുസൈൻ റളിയല്ലാഹു മക്കാമിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ ഇരുന്നിട്ട് ഞങ്ങൾ മൗലിദ് ചൊല്ലി. രാവിലെയാണ്, റബീഉൽ അവ്വൽ 12. അപ്പോൾ ഞങ്ങളെ മൗലിദ് ഇവിടെ നിന്ന് കേട്ടിട്ട് അവിടെ നിന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു പോലും അത് ആ ഷെയ്ഖ് അബൂബക്കറിൻ്റെ കുട്ടികളായിരിക്കും. അവർ പോലും നമ്മളെ അത്രയധികം പിന്നെ നോക്കി വീക്ഷിക്കുന്നുണ്ട്, അത് അവരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അന്ന് പിന്നെ വളരെ സന്തോഷമായി. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യാൻ ഈ ഹൈഅത്തു ത്വലബത്തുൽ മലൈബാരിൻ്റെ കീഴിൽ അതുപോലെ റിസാല സ്റ്റഡി സർക്കിൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈജിപ്തിൽ 3 വർഷത്തോളമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണല്ലോ. സോ നമുക്ക് എന്തൊക്കെ വൈജ്ഞാനികമായി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ RSCയുടെ ഗ്ലോബൽ ലീഡേഴ്സും നമ്മളോട് നിരന്തരം പ്രൊമോട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് നമുക്ക് അവിടുത്തെ വിദ്യാർത്ഥികളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉലമാഇൻ്റെ രീതിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള നല്ല ആലോചനകളാണ് നടക്കുന്നത്. അതിനൊക്കെ പിന്നെ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ ഗ്ലോബൽ കമ്മിറ്റിയൊക്കെ വലിയ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഒരു വലിയ ഒരു കോൺഫറൻസ് അവിടെ വെച്ച് നടത്തി. അസറിലെ വലിയ ഉലമാനെ പങ്കെടുപ്പിച്ച് അതുണ്ടാക്കിയ ഒരു എഫക്റ്റ് വലുതാണ്. അത്രയും ഉസ്താദന്മാർക്കിടയിലേക്ക് നമ്മൾ ഒരു പെൺകുട്ടികളുടെ സ്ത്രീകളുടെ സാന്നിധ്യം ഇല്ലാതെ ഒരു വലിയ കോൺഫറൻസ് നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതിന് ഒരു വലിയ നേട്ടമാണല്ലോ. അത് അവർക്ക് വലിയായിട്ട് നല്ല ഇമ്പ്രഷനും ഉണ്ടാക്കി. സോ അതൊക്കെ മുന്നോട്ട് പോയാൽ നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് പിന്നെ നമ്മുടെ ഈ മനഹജ് തന്നെ ലോകത്തേക്ക് എത്തിക്കാനും കൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അത്രയും മനോഹരമായ നമ്മുടെ ഈ ഒരു മനഹജിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യമായ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശിഷ്യ നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അടക്കമുള്ള നമ്മുടെ അതിൻ്റെ കീഴടങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആദർശം മുന്നിൽ വെച്ച് ഇതുപോലെ വൈജ്ഞാനിക സാധ്യതകളെ തേടി ലോകത്തേക്ക് അലയാൻ, ലോകത്തേക്ക് നമ്മുടെ യാത്രകൾ പോകാൻ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് ഒരു അസ്ല് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള എത്രത്തോളം നമുക്ക് സിയാദകൾ കിട്ടുമോ അതൊക്കെ നമ്മൾ നമ്മുടെ വൈജ്ഞാനിക ഭാണ്ഡത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ളൊരു ശ്രമങ്ങളാണ് നമ്മുടെ അടുത്ത് നിന്ന് നടക്കേണ്ടത്. അത്തരത്തിൽ ഒരുപാട് വൈജ്ഞാനികമായി മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാണ് നമ്മുടെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അവർ, ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദ് അവർ അടക്കമുള്ള. അപ്പോൾ അങ്ങനെ അവർ വൈജ്ഞാനിക സാധ്യതകളെ അന്വേഷിച്ചുകൊണ്ട് ഉലകം ചുറ്റുന്നത് നമുക്കുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടേക്കൊക്കെ ഉള്ള സാധ്യതകളെ വിശാലമാക്കി കൊടുക്കുക എന്നുകൂടി ഉദ്ദേശത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാഇനൊക്കെ വലിയ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ആഗ്രഹം പോലെ നമുക്കും ഒരുപാട് ദീനിയായ ഉലൂമുകളിൽ ഒരുപാട് ഉന്നതങ്ങളിലെത്താൻ അവരുടെ തണലിലായി നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.